ആശ്ചര്യോ വക്ത. ഈ തത്വം വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവൻ ആശ്ചര്യ എന്ന് പറഞ്ഞാൽ ഈ 7 വണ്ടേഴ്സാണല്ലോ ലോകത്തിൽ, അതൊക്കെ അങ്ങോട്ട് മാറി നിൽക്കണം. ആ മനുഷ്യനാണ് ഏറ്റവും വലിയ ആശ്ചര്യം. അവധൂതനോട് എന്താ പറഞ്ഞേ യദു ചക്രവർത്തി? ലോകം മുഴുവനും ജനേഷു ദഹ്യമാനേഷു കാമലോഭദവാഗ്നിന. സ്ത്രീ പുരുഷന്മാർ, ചെറുപ്പക്കാരടക്കം മുതിർന്നവർ വരെ, താടിയും തലയും നരച്ച് പല്ലു പോയവരടക്കം, കാമലോഭദവാഗ്നിന, കാമത്താലും ലോഭത്താലും വിടവാഗ്നി പോലെ കത്തിജ്വലിച്ചുകൊണ്ട് അതിൽ വെന്ത് വെണ്ണീറായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഈ അവധൂത യുവാവുണ്ടല്ലോ, അങ്ങ് എങ്ങനെയാ കൊമ്പനാന തണുത്ത ഗംഗാജലത്തിൽ ഇറങ്ങി കിടക്കുന്നത് പോലെ ഒരു കുലുക്കവുമില്ലാതെ ഇത്രയധികം സന്തോഷ സുമുഖനായി അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങ് എന്നാ ചോദിച്ചത്. വെറുതെ ആണോ യദു ചക്രവർത്തി അവിടെ ഇറങ്ങി നമസ്കരിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചത്? അങ്ങനെ ഒരാളെ കാണാൻ വിഷമാണ്. എന്നിട്ട് ആ കുട്ടി പറഞ്ഞത് എന്താ? 24 ഗുരുക്കന്മാരുടെ ചരിത്ര പറഞ്ഞത്. അതിലൊരു കാര്യം പറഞ്ഞു. എന്ത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല, തീർച്ചയാണ്. ഒരാളും എന്നോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല, എഴുതിയിട്ടുമില്ല. ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദ ആപ്ലുതൗ യോ വിമുഗ്ധോ ജഡോ ബാലോ യോ ഗുണേഭ്യ പരം ഗതഃ. ഭാഗവതത്തിലെ കൊത്തി നിർത്തേണ്ട ഒരു ശ്ലോകാണിത്. ഈ ലോകത്തിൽ 2 കൂട്ടരേ ഉള്ളൂ. ദ്വാവേവ 2 പേരേ ഉള്ളൂ. ചിന്തയാ മുക്തൗ, ചിന്തയിൽ നിന്ന് മോചിക്കപ്പെട്ടവര്. അവനവൻ്റെ മനസ്സ് രചിക്കുന്നതായ ആ തിരമാല പോലെയുള്ള ചിന്താമാലകളുണ്ടല്ലോ, മനുഷ്യനെ ഇട്ട് കറക്കുന്നത്, വറക്കുന്നത്, നട്ടം തിരിക്കുന്നത്, ചുടിയിപ്പിക്കുന്നത്, വേവിക്കുന്നത്, പൊരിയിപ്പിക്കുന്നത് ആ ചിന്തകളാണ്. സർവ്വ ഉഷ്ണവും ഉണ്ടാക്കുന്നത് അതാ. ആ ചിന്തയിൽ നിന്ന് മുക്തരായിട്ടുള്ളവർ 2 പേരേ ഉള്ളൂ. പരമാനന്ദ ആപ്ലുതൗ, പരമാനന്ദത്തിൽ അങ്ങനെ ആപ്ലാവിതരായി മുങ്ങിക്കിടക്കുന്നവർ. ആരാ? യോ വിമുഗ്ധോ ജഡോ ബാലോ, ഒന്നും അറിയാത്ത ഇന്നസെൻ്റ് ആയിട്ടുള്ള ആ കുട്ടി. ഇടയ്ക്ക് അങ്ങോട്ട് ചിരിക്കണ കാണണം, പല്ലില്ലാതെയും പല്ലുണ്ടായിട്ട്. എന്ത് ചിരിയാ ആ കുട്ടിയുടെ മുഖത്തിൽ നിന്ന് വരിക! ഭഗവാൻ തന്നെ ചിരിക്കുന്ന മാതിരി തോന്നും. യോ ഗുണേഭ്യ പരം ഗത. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ ഒരു ഭാഗത്ത് വിവേകവും അറിവും, മറുഭാഗത്ത് പ്രവർത്തന നിരതത്വം, മൂന്നാമത്തെ ഭാഗത്ത് ആലസ്യവും നിദ്രയും മടിയും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ രചിക്കുന്നത് 3 ഗുണങ്ങളാണ്. ഈ 3 ഗുണങ്ങളെ താണ്ടിക്കിടന്നവൻ ആ ആൾക്ക് ഒരാവലാതിയില്ല, ഒരല്ലലില്ല, ഒരലട്ടില്ല, ഒരു ഉത്കണ്ഠയില്ല, ഒരു നൂലാമാലില്ല, ഒരു നട്ടം തിരിച്ചലും വട്ടം തിരിച്ചലും ഇല്ല. അതങ്ങനെ നടക്കണം പ്രപഞ്ചം. അത് നടന്നോട്ടെ അതിൻ്റെ പാട്ടിൽ. പ്രകൃതിയുടെ കോലാഹലം ഒരു കുലുക്കവും ഇല്ലാതെ ഇരിക്കും. പിന്നെ കുട്ടിയാ ഈ 2 പേരാ. ഈ സത്യം യദു ചക്രവർത്തിക്ക് മനസ്സിലാവും. അതാണ് അദ്ദേഹം പറഞ്ഞത്. പല ഗുരുക്കന്മാരെയും പറഞ്ഞ അർഭകനിൽ നിന്ന് ഞാൻ പഠിച്ചത് ഇതാണ്: ചെറിയ കുട്ടിയെപ്പോലെ ഗുണാതീതനായിട്ടിരിക്കണം. ഈ ലോകത്തിൽ എന്തു വേണമെങ്കിൽ വരട്ടെ, ആയാതമായാതമപേക്ഷണീയം, ഗതം സർവമുപേക്ഷണീയം. വരുന്നതൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ, പോകുന്നതൊക്കെ ഇങ്ങോട്ട് പൊയ്ക്കോട്ടെ. നമ്മൾ വരുത്താനും പോണ്ട, നമ്മൾ പോക്കാനും പോണ്ട. അതിങ്ങനെ വരലും പൂവലും ഒക്കെ അതിൻ്റെ ഇഷ്ടപ്രകാരം നടന്നോളും. നദികൾ ഒഴുകുന്നത് പോലെ, മരങ്ങൾ കായ്ക്കുന്നത് പോലെ, കാറ്റൂതുന്നത് പോലെ, ഋതുക്കൾ വന്നു പോകുന്നത് പോലെ, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം പോലെ, സൂര്യൻ്റെ ഉദയാസ്തമനങ്ങൾ പോലെ എല്ലാം അങ്ങനെ നടന്നുകൊള്ളും. ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വരണത് നാം ആവശ്യപ്പെട്ടിട്ടാണോ? അല്ല. പുറത്തു പോകുന്നതോ? അല്ല. മലമൂത്ര വിസർജനങ്ങൾ നടക്കണതോ? അല്ല. പിന്നെ എന്തിനാ ബാക്കിയുള്ള കാര്യത്തിൽ ഈ ചുമതലാബോധവും ഈ അനാവശ്യമായിട്ടുള്ള കർത്തൃബോധവും കൊണ്ടുപോയി കഷ്ടപ്പെടുന്നത്? അതാണ് വിമുഗ്ധനായിരിക്കുന്ന ജഡോ ബാലോ എന്ന് പറഞ്ഞത്. ഒന്നുമറിയാത്ത കുട്ടിയ പരമാനന്ദത്തിൽ കഴിയണു. ഗുണങ്ങൾക്ക് അതീതനായവനോ അവനും പരമാനന്ദത്തിൽ കഴിയണു. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ. ആ അവധൂതനെ കണ്ടപ്പോ ഒരു ആശ്ചര്യവാനാണ്. ഇങ്ങനെ ഒരാളെ കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കുക, 10 വാക്ക് കേൾക്കുക എന്ന് തോന്നി യദു ചക്രവർത്തി അവിടെ ഇറങ്ങിയതാ. കുശലോസ്യ ലബ്ധ. അത് കേട്ടിട്ടോ യദു ചക്രവർത്തിക്ക് കൃതാർത്ഥതയായി. സർവ്വസംഘങ്ങളെയും പരിത്യജിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്. എത്ര നേരം സംസാരിച്ചിട്ടുണ്ടാവും? 1 മണിക്കൂറോ 1.5 മണിക്കൂറോ സംസാരിച്ചിട്ടുണ്ടാവും. കണക്ക് നോക്കിയാൽ അത്രയില്ല. ഒരു 25-30 മിനിറ്റേ ഉണ്ടാവുള്ളൂ എന്ന് പറയാം. ആ 30 മിനിറ്റ് സംസാരം അമൃതധാര കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒട്ടലും പൊട്ടലും ഒക്കെ അങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ എന്താണ് ആ ഭാഗ്യം?
അതാണ് അവർ പറയുന്നത്. ശ്രവണായാപി ബഹുഭിർയേന ലഭ്യ ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഃ ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ. അങ്ങനെ ആശ്ചര്യവാനായിട്ടുള്ള ഒരു വക്താവിനെ കിട്ടി എന്നുണ്ടെങ്കിൽ കുശലോസ്യ ലബ്ധ, അദ്ദേഹം പറഞ്ഞു കേൾക്കാൻ സാധിച്ചാൽ വലിയ ഒരു അനുഗ്രഹമാണ്. അതിലും മീതെ ഒരു സൗഭാഗ്യമില്ല. ഇത് വിട്ടൊരു ഭാഗ്യം എന്താ? ആശ്ചര്യോജ്ഞാത കുശലാനുശിഷ്ട. ഒരു കുശലനായ വക്താവ് പറഞ്ഞു ധരിപ്പിച്ച് അത് വേണ്ടതുപോലെ മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ ആ ആള് പരമ ആശ്ചര്യവാനാണ്. അപ്പം എന്തായി? പറയുന്നവൻ ആശ്ചര്യവാൻ, കേൾക്കുന്നവൻ ആശ്ചര്യവാൻ, മനസ്സിലാക്കിയവൻ അതിലും കൂടുതൽ ആശ്ചര്യവാൻ. അങ്ങനെ ആശ്ചര്യപ്രവക്താക്കൾ വളരെ ചുരുങ്ങിയത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരണത്. ഇത് എത്രയോ മുമ്പ് ഇവിടെ ആശ്രമത്തിൽ വരികയാണ്. അവർ പറയുക, കുറച്ചു കാലം മുമ്പ് ഇത് കേൾക്കേണ്ടതായിരുന്നു, 20 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പ്. എന്തേ ഇവിടെ ആളുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് പറയാത്തത്? നമ്മുടെ ഭാഗവത പണ്ഡിതന്മാർ ധാരാളം ഉണ്ടല്ലോ കേരളത്തിൽ. എന്തുകൊണ്ട് ഏകാദശം പറയുന്നില്ല? എന്തുകൊണ്ട് അതിലുള്ള തത്വം പുറത്തു കൊണ്ടുവരുന്നില്ല? എല്ലാവരും കൃഷ്ണഭക്തന്മാരാ. കൃഷ്ണൻ പറയണത് ആർക്കും കേൾക്കണ്ട. ഗുരുവായൂരിൽ തൊഴാൻ എല്ലാവരും ചെല്ലും. ആ ഗുരുവായൂരപ്പൻ സംസാരിക്കാൻ തുടങ്ങി ഓരോരുത്തരെയും മുഖത്ത് നോക്കി സംസാരിക്കാൻ തുടങ്ങിയ ഒരൊറ്റ ആളവിടെ ചെല്ലും. ഇത് മിണ്ടാത്തൊരു ഗുരുവായൂരപ്പനായതുകൊണ്ട് രക്ഷപ്പെടുക അവർ. പറയില്ലല്ലോ തിരിച്ച്, നീ ഇങ്ങനെ തൊഴുന്നുണ്ടല്ലോ, എന്നെ മനസ്സിൽ വയ്ക്കുന്നുണ്ടോ, ഞാനാണ് എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞ് നീ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ആരും പിന്നെ പോവില്ല. ഇവിടെ ശ്രീകൃഷ്ണൻ നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമാണിത്. എന്താ അദ്ദേഹം പറയുന്നത്? ഈ പറയുന്നത് മുഴുവൻ, ഈ കാണുന്നത് മുഴുവൻ, ഇന്ദ്രിയമണ്ഡലം മുഴുവനും അവാസ്തവമാണ്. ഈ അവാസ്തവികത മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം? ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകണം. എങ്ങനത്തെ ഗുരു? മദഭിജ്ഞം ഗുരും, എന്നെ നല്ലപോലെ അറിയുന്ന, ഈശ്വരതത്വം, ആത്മതത്വം, ബ്രഹ്മതത്വം നല്ലപോലെ അറിയുന്ന ഗുരുവിൻ്റെ അടുത്ത് പോകണം. ആ ഗുരു മതാത്മകം, ഞാൻ തന്നെ ആയിരിക്കണം ആ ആള്. അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് വേണം അദ്ദേഹത്തിനെ ഉപാസിക്കുക. പൂമ്പിളയ്ക്കും എനിക്കൊക്കെ പറഞ്ഞു തരൂ, 2 ദിവസം കൊണ്ട് കിഴി കെട്ടണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഉപാസീത മതാത്മകം. ഇത്ര നാളും പോയത് ക്ഷേത്രത്തിലേക്കാവാം, ഇപ്പൊ ഗുരുവിൻ്റെ അടുത്ത്, സദ്ഗുരുവിൻ്റെ അടുത്ത് പൊക്കോളൂ, അവിടെ താമസിച്ചോളൂ, അദ്ദേഹത്തിനെ ഉപാസിക്കൂ. അദ്ദേഹത്തിന് ചോറ് വിളമ്പി കൊടുക്കൂ എന്നല്ല പറയുന്നത്, കാല് തിരുമ്മി കൊടുക്കൂ എന്നല്ല പറയുന്നത്, ഉപാസിക്കൂ എന്നാണ്. ഈശ്വരനെ സാളിഗ്രാമത്തെയോ ശിവലിംഗത്തെയോ പ്രത്യക്ഷമായിരിക്കുന്ന വിഗ്രഹങ്ങളെയോ എങ്ങനെ പൂജിക്കുമോ അതേമാതിരി നിങ്ങൾ സേവനം ചെയ്യൂ. മതാത്മകം ഗുരും. ആ ഗുരുവിനെ സംബന്ധിച്ച് ഗുരുദേവതാത്മാ, ആ ഗുരുവാണ് വാസ്തവത്തിൽ പരമദൈവം. അദ്ദേഹമാണ് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആത്മാവ് എന്ന് വിചാരിച്ചിട്ട് വേണം അദ്ദേഹത്തെ വേണ്ടതുപോലെ സേവിക്കാൻ. ആ സേവാ ശുശ്രൂഷ എങ്ങനെയാ? ആ ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. ഒരു ഗുരുവിൻ്റെ അടുത്ത് താമസിച്ച് അദ്ദേഹത്തിനെ സേവിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ചില യോഗ്യതയോ ചില ലക്ഷണങ്ങളോ ചില നിയമനങ്ങളോ ഒക്കെ ഉണ്ട്. കേട്ടോളൂ. അമാന്യമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ അസത്വരോ അർത്ഥജിജ്ഞാസു അനസൂയുരമോഘവാത്. അമാന്യമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾക്കൊരു ചില്ലറ ഏർപ്പാടൊന്നും അവിടെ പറ്റില്ല. ദൃഢസൗഹൃദത്തോടു കൂടി വേണം. ഒരു ഗുരുവിനെ വരിക്കുക എന്ന് പറഞ്ഞാൽ ആജീവനാന്ത വരണമായിരിക്കണം. അത് അദ്ദേഹം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് കീഴ്വഴങ്ങി, അദ്ദേഹത്തിനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നതിൽ സന്തോഷം, അദ്ദേഹത്തിൻ്റെ സംസാരവും ഉപദേശം കേൾക്കുന്നതിൽ കൗതുകം, അത് ഉൾക്കൊള്ളുന്നതിൽ അത്യന്ത ജാഗരൂകത, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. ദൃഢസൗഹൃദം. ഒരു ദിവസം പോയി എന്തോ നിങ്ങളുടെ ഭാഷയിൽ ദക്ഷിണ, ഞാനത് പറയാൻ ഇഷ്ടപ്പെടാത്ത ആളാണ്, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഒരു ദക്ഷിണയും ഒരാളും തരണ്ട, അതൊക്കെ പുരോഹിതന്മാർക്ക് കൊടുത്തോളൂ, തളിക നിറച്ച് ദക്ഷിണ. ഞങ്ങൾ ഒരാളുടെ അടുത്തുനിന്നും ഒരു ദക്ഷിണയും ഉദ്ദേശിക്കണമില്ല, പ്രതീക്ഷിക്കണമില്ല. ദൈവത്തിന് കൊടുക്കുന്നത് ദക്ഷിണയാവുമോ? ഗുരുജനങ്ങൾക്ക് പാദസമർപ്പണം നിങ്ങൾക്ക് കൊടുക്കാം. ഞങ്ങളുടെ കയ്യിലുള്ളത് എന്തോ അതിൽ നിന്നിതാ പാദസമർപ്പണമായി ഒരു ഉപഹാരമായി തരണു എന്ന് പറഞ്ഞ് കൊടുക്കാം. ഒരു ദക്ഷിണയൊന്നുമല്ല. ഇനി ശരിയായിട്ടുള്ള ദക്ഷിണ എന്താ? ഗുരു പറയണത് കേട്ട് മനസ്സിലാക്കി ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ദക്ഷിണ ജ്ഞാനസന്ദേശ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അദ്ദേഹം പറയണത് ഗ്രഹിച്ച് ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കത്തക്ക വിധത്തിൽ തൻ്റെ ജീവിതത്തിനെ മെരുക്കി മോൾഡ് ചെയ്തെടുത്ത്, ഇനിയുള്ളത് പറയണമെന്നാ സംശയം, എടുത്തിട്ട് എന്തു വേണം? കുടുംബത്തിൽ നിന്ന് പുറത്ത് കിടക്കണം. എന്നിട്ട് ജ്ഞാന സന്യാസിയായി
തത്വമൂല്യ സിദ്ധാന്ത പ്രവക്താവായി പോണം. ഈ പ്രവക്താവിൻ്റെ ജീവിതത്തോടു കൂടി നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളും കുടുംബവും ഉണ്ടെങ്കിൽ പ്രവചനം നന്നാവില്ല. ഇടയ്ക്ക് ഭാര്യയാവും ചങ്കിൽ വന്ന് നിൽക്കുക, ഇടയ്ക്ക് മക്കളാവും വന്ന് നിൽക്കുക. അങ്ങനെയുള്ളവർക്കൊന്നും പ്രവചനം നല്ല പോലെ നടത്താൻ പറ്റില്ല. പ്രവചനം നല്ല പോലെ നടത്തണം എന്നുണ്ടെങ്കിൽ ആ ഈശ്വരനോട് കൂടിയിട്ടുള്ള താതാത്മ്യം എല്ലാം ഒന്നായി തീരണം. അപ്പോഴേ പറ്റുള്ളൂ. അമാനി അമത്സരഹ ദക്ഷഃ. കേട്ടോളൂ, അമാനി. ഒരു കാര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ മാനം, ആ സ്വാഭിമാനം എന്നൊന്നുണ്ടല്ലോ. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളെക്കാൾ കേമനാവാം, കേമനല്ലാത്തവനും ആവാം. നിങ്ങൾ PhD പോസ്റ്റ് PhD പഠിച്ചിട്ടുണ്ടാവും. ഗുരു ഒരു പക്ഷേ MA BA അത്രയും അതും കൂടി ഉണ്ടായില്ല എന്ന് വരാം. അപ്പം ഞാനൊരു വിദ്വാനാണ്, അദ്ദേഹത്തിന് വിദ്യയില്ല എന്നൊന്നും നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. അത് വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. കൃഷ്ണൻ എവിടെയാ വളർന്നത്? അമ്പാടിയിൽ. ആരുടെ കൂടെയാ? പശുക്കളുടെ വാലും കുളമ്പിൻ്റെ പൊടിയായിട്ടാണ് വളർന്നത്. പഠിപ്പൊക്കെ കഴിഞ്ഞത് എപ്പോഴാണ്? കംസൻ്റെ മരണമൊക്കെ കഴിഞ്ഞ് ഹത്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് വസുദേവനും ദേവകിയും നന്ദഗോപുരം എല്ലാം കൂടി ഗുരുകുലത്തിൽ കൊണ്ടുപോയി അഭ്യസിപ്പിച്ച് പൂണോലൊക്കെ ഇടിയിപ്പിച്ചൊക്കെ ചെയ്തത്. കാലത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല, തന്നെ വളർന്നു വന്നതാ. അതുകൊണ്ടാണല്ലോ ശിശുപാലൻ ഈ കൃഷ്ണനെ രാജസൂയയാഗത്തിന് അഗ്രപൂജ നടത്താൻ തീരുമാനിച്ചപ്പോൾ ഈ സദസ്സിനെ മുഴുവൻ നിങ്ങൾ അപമാനിച്ചിരിക്കുകയാണ് ഈ കൃഷ്ണനെ തെരഞ്ഞെടുത്തത് വഴി. ഈ പോണ്ടന് എന്തെങ്കിലും ഉണ്ടോ ഒരു യോഗ്യത എന്നാ ചോദിച്ചത്. ഒരു യോഗ്യതയും അയാൾക്കില്ല. അയാൾ മഹാവൃത്തികെട്ടവനാ. അമ്പാടിയിലാണ് വളർന്നത്. ഒന്നിനും കൊള്ളാത്ത ഗോപകുമാരന്മാരോട് കൂടിയിട്ടുള്ള സമ്പർക്കമേ ഉള്ളൂ. രാജാക്കന്മാരുടെ സദസ്സിലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അവനെ. എത്രയോ അകലെ നിർത്തണം. സഭ്യമായിട്ട് ഒരു വാക്ക് പോലും അവന് പറയാനറിയില്ല. അവനെ കണ്ടാൽ തന്നെ കുളിക്കണം എന്നാണ് പറഞ്ഞത് ശിശുപാലൻ. ഇതാണ് കൃഷ്ണൻ്റെ വളർച്ച. ആ കൃഷ്ണൻ്റെ കഥയാണ് നമ്മളിവിടെ പറയുന്നത്. വേദവ്യാസ മഹർഷി എഴുതി തന്നിരിക്കുക. നിങ്ങൾ എന്തു പറയുന്നു? അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ തലക്കനൊന്നും അവിടെ പറ്റില്ല. തലയ്ക്ക് കനുള്ളതൊക്കെ പോണം. അമാനി. ഒരു വിധത്തിലുള്ള മാനവും വേണ്ട. ഞാനിവിടെ ഒരു ശിഷ്യനാണ്. എത്രത്തോളം എളിമയോടുകൂടി പെരുമാറാൻ പറ്റുമോ അത്രത്തോളം എളിമയോടുകൂടി പെരുമാറുക. നിങ്ങളുടെ മാനം എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സദ്ഗുരുവിൻ്റെ ഏറ്റവും എളിയ ശിഷ്യനാണെന്നുള്ളൊരു ഭാവം മാത്രം മതി. അമാനി അമത്സരഹ. ഒരു തരത്തിലും മത്സരഭാവം വന്നുകൂടാ. എന്തെങ്കിലും ഗുരു പറയാൻ തുടങ്ങിയാൽ അതിൽ യുക്തി പോരാ, തത്വം പോരാന്ന് തോന്നി പ്രതിയുക്തിയോടുകൂടി കെങ്കേമനായി ആർഗ്യൂ ഒന്നും ചെയ്യാൻ പോണ്ട. അബദ്ധാണ്. ഫ്രീഡം ഇല്ല എന്നല്ല പറയുന്നത്. മത്സരബുദ്ധി ഒരാളോടും ഉണ്ടാവരുത്. നമ്മൾ എന്തിനു മത്സരിക്കാൻ പോകണം? ആർക്ക് വേണ്ടിയിട്ട്? മത്സരിക്കുക എന്ന് പറയുമ്പോൾ എന്താ? ഒന്നിലോ ആ ആളെ അല്ലെങ്കിൽ ഞാൻ അയാളെ ജയിക്കണം എന്നൊരു തോന്നൽ. അതിന് പോകരുത്, പോകേണ്ട ആവശ്യമില്ല. മത്സരോ ദക്ഷോ. എന്നാലോ എല്ലാ കാര്യത്തിലും നല്ല സാമർഥ്യം വേണം. പറയണത് ഗ്രഹിക്കാൻ നല്ല ശ്രദ്ധ വേണം, നല്ല ധ്യാനം വേണം. എന്തെങ്കിലും വാക്കുകൾ മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകണം, ചിന്തിക്കണം. ഇന്നത്തെ കാലത്ത് ഡിക്ഷണറി ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്. എല്ലാറ്റിൽ നിന്നും പഠിക്കാമല്ലോ. എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ നമ്മൾ ചെന്ന് പഠനം. ദക്ഷത. ദാക്ഷിണ്യം എന്ന് പറഞ്ഞാൽ ദയവാണ്. ദക്ഷത എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയ സാമർഥ്യം എന്നാണ്. പ്രത്യേകിച്ചും ബുദ്ധിക്കുള്ള സാമർഥ്യമാണത്. ദക്ഷിണാമൂർത്തി എന്നുള്ള വാക്ക് എവിടുന്നാ വന്നേ? ദക്ഷിണാമൂർത്തി. കാര്യങ്ങൾ ഗ്രഹിക്കാനും ഗ്രഹിപ്പിക്കാനുമുള്ള ശക്തി ബുദ്ധിക്കാണ്. ആ ബുദ്ധിയിലുള്ള ധിഷണയ്ക്കും ബുദ്ധിയിലുള്ള പ്രതിഭയ്ക്കുമാണ് ഈ ദക്ഷശബ്ദം കൂടുതൽ പ്രയോഗിക്കേണ്ടത്. ദക്ഷിണാമൂർത്തിയുടെ കയ്യിൽ ഒരു ഗ്രന്ഥക്കെട്ടാണ്, ഒരു എഴുത്താണിയാണ്. എന്താ ഈ ഗ്രന്ഥക്കെട്ടും എഴുത്താണിയും സൂചിപ്പിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരുന്ന ശാശ്വതമായിരിക്കുന്ന സങ്കല്പങ്ങളും ആശയങ്ങളും ഗ്രന്ഥക്കെട്ടിൽ പകർത്തി വയ്ക്കുന്നു. തോന്നണതൊന്ന്, അത് സംക്രമിപ്പിക്കാൻ ആശയ പ്രകടനത്തോടുകൂടി എഴുതുക എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ ഒരു എക്സലൻസ് വേണം. ആ എഴുതുന്നത് എല്ലാവർക്കും സ്വീകാര്യമാവണം, ചോദ്യം ചെയ്യപ്പെടരുത്, ആലോചിക്കാൻ വക നൽകണം. ഇതൊക്കെ നമുക്ക് അവിടെ ആവശ്യമാണ്. ദക്ഷത വളരെ വിശേഷമാണത്. ശിഷ്യന്മാർ പലതരത്തിലാണ്, 3 തരത്തിലാണ് ശിഷ്യന്മാർ. ഒരു ശിഷ്യന് പറഞ്ഞാൽ മനസ്സിലാവില്ല, പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ ഒരു ശിഷ്യനോ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും, കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ശിഷ്യനോ പറയേണ്ട ആവശ്യമില്ല, പറയുന്നതിന് മുമ്പ് മനസ്സിലാക്കും. ഞാൻ എവിടെ പോയാലും ഒരു പാദപൂജയൊക്കെ നടത്തുവർ. അത് പാദപൂജ ഓൾമോസ്റ്റ് ഒരു നിർബന്ധമായിട്ടായിരിക്കുന്നത്. എന്താണാവോ, ഞാൻ ചിലപ്പോൾ പറയും ഇത് എന്തിനാ പോണേന്ന്. അപ്പോഴും അവർക്കത് ഇഷ്ടമാണ്. പക്ഷേ പാദപൂജ നടത്താൻ പുറപ്പെട്ടാൽ അത് വേണ്ടതുപോലെ നടത്തണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. എന്താ വേണ്ടതുപോലെ എന്ന് പറഞ്ഞാൽ അതിനുള്ള പുഷ്പങ്ങളൊക്കെ വേണ്ടതുപോലെ നല്ല പുഷ്പങ്ങൾ മേടിച്ചുകൊണ്ട് വരിക, അത് ഭംഗിയായിട്ട് ആയുക.
അപ്പോൾ ഇത്തവണ ജംഷഡ്പൂരിൽ ചെന്നപ്പോൾ നമ്മളാരും ഉപയോഗിക്കില്ല. അവിടെ ഈ ചെണ്ടമല്ലിയാണ് ധാരാളം കിട്ടുക. അവിടെ ദേവിക്കൊക്കെ വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ഇത്തവണ എന്ത് ചെയ്തിരിക്കുന്നു, അവിടെ ചെന്നപ്പോൾ പൂവൊക്കെ ആഞ്ഞു വെച്ചിരിക്കുക. എത്ര വേഗം കഴിഞ്ഞു ഇത്തവണ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുക, മിടുക്കത്തിയായിട്ട് ഒരാൾ പറയുക, സ്വാമിജി ആദ്യം ഞാൻ എന്ത് ചെയ്തു, 2-3 കത്തിര എടുത്തു, ഒക്കെ കത്തിരിച്ചു. അത് മതിയാവില്ല എന്ന് തോന്നി 12 കത്തിര മേടിച്ചുകൊണ്ട് വന്നു, എല്ലാവരുടെ കയ്യിലും കൊടുത്തു. കത്തിരിച്ച് അങ്ങോട്ട് ഇട്ടു, എല്ലാം റെഡിയായത്. അവർ വളരെ സാമർഥ്യത്തോടു കൂടി ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ആ വിവരം മനസ്സിലാക്കിയിട്ട് എന്നോട് പറയാതാ ഇങ്ങനെയാണ് നടന്നത്. അപ്പോൾ ഇവർ ആരോടെങ്കിലും നമ്മളോട് പറഞ്ഞോ? ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ. അത് ഓരോരുത്തരും ഇരുന്ന് കൈകൊണ്ടെടുത്ത് അതിൽ ആ കറുത്ത ഭാഗം മാറ്റി ബാക്കിയുള്ളത് എടുക്കണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ പരിവർത്തനമോ പരിഷ്കാരമോ അവർ വരുത്തിയതാണ്. അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം കഴിഞ്ഞ് അന്ന് തന്നെ ഒരു മീറ്റിംഗ് നടത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളോട് ആരാ ഈ കത്തിര മേടിച്ചത് മുറിക്കാൻ പറഞ്ഞത്? ഞങ്ങൾ നല്ല നല്ല പരിശീലനങ്ങളും അഭ്യാസങ്ങളും വേണ്ടതുപോലെ നിഷ്കർഷയോടുകൂടി അത് സ്ഥാപിച്ചതിന് ശേഷം അതിലൊരു വ്യതിയാനം വരുത്താൻ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായില്ലേ? ആരോടും ചോദിക്കാതെ എല്ലാവരും മ്ലാനമുഖന്മാരായി. എന്താ പറയുക, നോക്കൂ, സർവാർത്ഥാൻ വിപരീതാംശ, ഒക്കെ വിപരീതമായിട്ട് ധരിക്കുക. ഇതെങ്ങനെ നടന്നു? ആരാ അത് ചെയ്തത്? അപ്പോൾ എളുപ്പം നോക്കുക. ഈ എളുപ്പം എന്തൊക്കെ കാര്യത്തിലാണ് നോക്കുക? എനിക്ക് മനസ്സിലാവണില്ല. എളുപ്പം എന്താ ഈ എളുപ്പം? അപ്പോൾ ആ പൂവൊക്കെ ഒന്ന് വേണ്ടതുപോലെ എടുത്ത് ഭംഗിയായിട്ട് ആഞ്ഞു വെടുപ്പാക്കി അതിൽ വാടിയതോ പൊരിഞ്ഞതോ ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറ്റി നല്ല പൂക്കൾ അത് വേണ്ടതുപോലെ എടുത്ത്, ഇപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിന് അവിടെ ഏർപ്പെടുത്തുമ്പോൾ ഞാൻ തന്നെ അവിടെ നിൽക്കും. ആ ചെറുപുഷ്പങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇടൂ. വലിയ പുഷ്പങ്ങൾ ഒരു ലെയർ അങ്ങോട്ട് വിരിച്ചാൽ പിന്നെ താമരപ്പൂ ഒരു ലെയർ വിരിക്കൂ, അതിനുശേഷം മറ്റേ പൂ വിരിക്കൂ, ചെമ്പകം വിരിക്കൂ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അത് മിക്സ് ചെയ്ത് 4-5 വേർതിരിച്ച് 200 എണ്ണത്തിന് തയ്യാറാക്കി അത് കഴിയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നൊക്കെ നോക്കി കൊടുക്കാനായിട്ടൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിഷ്കർഷിച്ച് ചെയ്യണമെന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുഷ്പസമർപ്പണം ചെയ്യുമ്പോൾ ഇടയ്ക്ക് 1-2 ഒക്കെ പുറത്ത് വീണമെന്ന് വരാം. ആ വീണത് ഉടനെ അവിടെ നിന്ന് മാറ്റണം, ചവിട്ടാൻ അനുവദിക്കരുതെന്ന്. അതെപ്പോഴും ഞങ്ങൾക്ക് പറയേണ്ടി വരും. ആരെങ്കിലും ഒരു കുട്ടിയെ പിടിച്ച് അവിടെ നിർത്തൂ, ഇപ്പോഴും അത് കണ്ണുകൊണ്ടോ മൂക്കുകൊണ്ടോ എനിക്ക് കാണിക്കേണ്ടി വരും. അത് കണ്ട് മനസ്സിലാക്കണ്ടേ അവരെ? അപ്പോൾ ഇവിടെ നമ്മുടെ ആശ്രമത്തിൽ ഒരു പുഷ്പസമർപ്പണം ഉണ്ട് ഡെയിലി. അതിന് ചിലർ വരും. ഒരാൾ വന്നിരിക്കുക, കണ്ടാൽ നല്ലൊരു ആഢ്യനൊക്കെയാണ്. അതെന്ത് ചെയ്തു, അവിടെ ഒരു പൂവ് കിടക്കണു. എവിടെയാണ് ഈ കിടക്കണേന്നറിയോ? ചവിട്ടി നടക്കുന്ന സ്ഥലത്താണ് വീണിരിക്കുന്നത്. ഒരു കൂസലുമില്ലാതെ അദ്ദേഹം എടുത്തിട്ട് അർച്ചനയുടെ പുഷ്പത്തിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാൻ പുറപ്പെട്ടപ്പോൾ എനിക്ക് തന്നെ കൈ നീട്ടി തടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഗുരുവായൂരപ്പന് ജീവനോട് കൂടി പെരുമാറുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പം അതൊരു കല്ലായതുകൊണ്ട് രക്ഷപ്പെട്ടു പോവുക എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ താഴത്ത് വീണ് ചവിട്ടി നടക്കുന്ന നിലത്തിൽ വീണ പുഷ്പമെടുത്ത് അർച്ചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കരുതെന്ന്. ഈ ഒരു ഡിസിപ്ലിൻ അറിയണില്ല. പഠിപ്പുണ്ട്, യോഗ്യതയുണ്ട്, പ്രതാപമുണ്ട്, വയസ്സായി, പലതും കണ്ടിട്ടുണ്ട്, കർമ്മങ്ങളും ചെയ്യുന്നവരാണ്. എന്തു പറയണു നിങ്ങൾ കാര്യം? എന്താ അതിനൊക്കെ അർത്ഥം? നിങ്ങൾ വിചാരിച്ചു ഭക്തി എന്ന് പറയുന്ന 2 അക്ഷരത്തിലൊക്കെ ഒതുങ്ങിയത്. ഒന്നും ഒതുങ്ങിയിട്ടില്ല. നിങ്ങളൊരു ഭക്തനാകണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ബിക്കം എ മോഡൽ പേഴ്സൺ. എല്ലാവർക്കും മോഡലായിരിക്കുന്ന, റോൾ മോഡലാകാവുന്ന ഒരു ഭക്തനോ ഭക്തയോ ആവണം. വസ്ത്രം ധരിക്കുന്നതിൽ, സംസാരിക്കുന്നതിൽ, പെരുമാറുന്നതിൽ, ചിന്തിക്കുന്നതിൽ, മനുഷ്യരോടുകൂടി സമ്പർക്കം പുലർത്തുന്നതിൽ, കാര്യങ്ങൾ ഒരുക്കുകൂട്ടുന്നതിൽ എല്ലാറ്റിലും വേണം നിഷ്കർഷയില്ലാതെ പറ്റില്ല. ദക്ഷ എന്നൊരു വാക്കാണ് അവിടെ. പലരും അഭിപ്രായപ്പെടുന്നുണ്ട്, സ്പിരിച്വാലിറ്റി, അധ്യാത്മം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മടി ഉണ്ടാക്കുന്നതാണല്ലോ. ഞാൻ പറഞ്ഞു, എവിടെ അത് ഈ മടിയുടെ കാര്യം എഴുതിയിരിക്കുന്നത്? ഇവിടെ ഒരു പുസ്തകത്തിലും ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഒരു ശാസ്ത്രത്തിലും. അനപേക്ഷ ശുചിർ ദക്ഷ ഉദാസീനോ ഗതവ്യഥ എന്നാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. അനപേക്ഷ, ഒന്നിനെയും ആശ്രയിക്കരുത്, ഒന്നിലും അപേക്ഷ ഉണ്ടാവരുത്. എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയോ? എനിക്ക് ഒരു കാര്യത്തിലും അപേക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര സമ്പന്നനും സമ്പൂർണനുമാണെന്നാണ് അർത്ഥം. അത്ര സമ്പന്നനും സമ്പൂർണനുമാണെന്ന്. അനപേക്ഷ, വിശാലമായ ലോകം, വർണ്ണശബളമായ വസ്തു, സമൃദ്ധി ഇവിടെ. ആ ലോകത്തിന് മുഴുവൻ നോക്കിയിട്ട് എനിക്ക് ഒരു പൊട്ട് സ്വർണമോ ഒരു പുഷ്പമോ വേറെ എന്തെങ്കിലും ഒരു ഫർണിച്ചറോ ഒന്നും എനിക്ക് വേണ്ട എന്ന് തോന്നുമ്പോൾ ആ മനസ്സിൻ്റെ വലിപ്പം എത്രയുണ്ട്, മഹത്വം എത്രയുണ്ട് നിങ്ങൾ ആലോചിക്കൂ. ഒരു ഭക്തൻ ആ പദവിയിലേക്കാണ് എത്തേണ്ടത്. അല്ലാണ്ട് പിശുക്കനായി, എരപ്പാളിയായി, ക്ഷേത്രം മുഴുവൻ സന്ദർശിച്ച് എൻ്റെ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ എന്ത് വേണം എന്ന് ചോദിച്ച് നടക്കുകയല്ല. അല്ല, ഈശ്വരനെ നിങ്ങൾ പ്രാർത്ഥിച്ച് മനസ്സിൽ നിർത്തിയാൽ പിന്നെ നിങ്ങൾ ആരുടെ മുമ്പിൽ?
എന്തിനു വേണ്ടി? ആ കാർപ്പണ്യം മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളയും. നാരായണ, കൃഷ്ണ, ഗോവിന്ദ, മുരാരേ, ഹരേ എന്ന് പറഞ്ഞാൽ മതി. ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. ഇങ്ങനെയുള്ള പാട്ടോ അല്ലെങ്കിൽ നാമങ്ങളോ നാം ഉച്ചരിക്കുമ്പോഴോ പാടുമ്പോഴോ നിങ്ങൾക്ക് വേറെ എന്തിൻ്റെ ആവശ്യമാണ്? ആ ശബ്ദത്തിൽ നിന്ന് തന്നെ അമൃത് അങ്ങനെ നുണയാൻ നമുക്ക് സാധിക്കുമല്ലോ. ഈശ്വരൻ പരമകല്യാണനിധിയാണ്, കൽപ്പക വൃക്ഷമാണ്, കാമധേനുവാണ്. അങ്ങനെ ഒരു ഈശ്വരനെ തനിക്ക് പ്രിയനായി കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഒരു ലിസ്റ്റും ഒരു പട്ടികയും കൊണ്ട് പോവാ അങ്ങോട്ട്. ഇതിലേറെ ഭ്രാന്തുണ്ടോ? ഇതിലേറെ അജ്ഞാനമുണ്ടോ? അവശതയുണ്ടോ? ഇതിലേറെ ട്രാവസ്റ്റി ഉണ്ടോ? വിരോധാഭാസം ഒരിക്കലുമില്ല. അമാനീ അമത്സരഹ ദക്ഷ, വളരെ പ്രധാനമാണ് ഈ സാമർഥ്യം. അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് കൂടുക എന്ന് പറഞ്ഞാൽ ആ ഗുരുവിൻ്റെ ചിട്ടകളും സമ്പ്രദായങ്ങളും മനസ്സിലാക്കി അതിൽ കുറച്ചും കൂടിയും മാറ്റുകൂട്ടാൻ വേണ്ടി പരിശ്രമിച്ചോളൂ. അതിൽ മായം ചേർക്കാനോ വെള്ളം ചേർക്കാനോ പുറപ്പെടരുത്. എന്നാൽ ഈ അനാസ്ഥ എവിടെയും കാണാം. ചിലപ്പോൾ പറഞ്ഞ് ഞാൻ തോറ്റു എന്ന് വിചാരിക്കും. അങ്ങനെയുണ്ട്. ഇപ്പം എന്താ ഈ ബഹുജനം പലവിധം എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ ഒരു ഗുരുവിനെ പോയി ഉപാസിക്കുന്നതിൽ ഈ വക ലക്ഷണങ്ങൾ വളർത്തുക എന്നാണ് അർത്ഥം. ഇത്രയും ശുഷ്കാന്തി തന്നിൽ ഉൾക്കൊള്ളുകയാണ്. അമാന്യമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ബന്ധം വിട്ടുപോയോ? ആ ചവിട്ടി നടക്കുന്ന സ്ഥലത്ത് വീണ പുഷ്പങ്ങളെ എടുത്തു മാറ്റി. ഇപ്പം നമ്മുടെ അടുത്ത് പരിചയപ്പെട്ടവരൊക്കെ അത് എടുക്കും. അത് ചിലപ്പോൾ ഇടത്തെ കൈകൊണ്ട് എടുക്കുക. എനിക്ക് പറയേണ്ടി വരും, ഇടത്തെ കൈകൊണ്ട് എടുക്കരുത്, വലത്തെ കൈകൊണ്ട് എടുക്കുമെന്ന്. വലത്തെ കൈകൊണ്ട് എടുത്ത് ഇടത്തെ കയ്യിൽ വേണമെങ്കിൽ വെച്ചോളൂ. ചിലർ പുഷ്പം സമർപ്പിക്കാൻ വരും, ഇടത്തെ കയ്യിൽ വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് പുഷ്പം സമർപ്പിക്കും. അതും ശരിയല്ല. ഇടത്തെ കയ്യിൽ ഒരു പാത്രത്തിലാണെങ്കിൽ ശരി, വെറും ഇടത്തെ കയ്യിൽ എടുക്കുമ്പോഴോ ഇതൊക്കെ ഒരു നിഷ്കർഷയാണ്. അറ്റൻഷൻ ഇല്ലാതെ ഒന്നും ചെയ്തുകൂടാ. ഡിസിപ്ലിൻ വേണം. പൈക്കൾ എവിടെയെന്ന് വെച്ചാൽ അവിടെ കിടക്കും. നമ്മൾ അതുപോലെ കിടക്കാൻ പറ്റില്ല. എങ്ങോട്ടാ തല വയ്ക്കണത് എന്നുള്ളത് ഒരു ഡിസിപ്ലിനാണ്. കിഴക്കോട്ടോ തെക്കോട്ടോ എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ദക്ഷത വേണം ആ പുഷ്പത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ പലതിലും. എന്താവശ്യം എപ്പോൾ ഉണ്ടോ അത് നോക്കി എള്ളെന്ന് പറയുമ്പോഴേക്കും എണ്ണയാവാൻ പറ്റണം. അതാണ് ഉത്തമ ശിഷ്യൻ. അങ്ങനെ ദക്ഷ, നിർമ്മമോ ദൃഢസൗഹൃദ. ഒരു തരത്തിലുള്ള മമതയും പാടില്ല. മമത പോവാനാണ് ഗുരുവിൻ്റെ അടുത്ത് പോണത്. അവിടെ പോയിട്ടൊരു മമത. എന്താ ഗുരുവിൻ്റെ അടുത്ത് പോയാൽ ഉണ്ടാവുന്ന മമത? ഈ ഗുരു എൻ്റെ മാത്ര, ഞാനാ ഒന്നാം തരം ശിഷ്യൻ. അതുകൊണ്ട് ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ എൻ്റെ കീഴിലിരിക്കണം, ഞാൻ പറഞ്ഞത് കേൾക്കണം. അയാളോ ഹു, ഇയാളോ ഹി, പിന്നെ ആരാ? ഞാൻ മാത്രം. ഇങ്ങനെയുള്ള വിചാരമൊന്നും പാടില്ല. നിർമ്മമോ ദൃഢസൗഹൃദ. ആ ഗുരുവിനോടുള്ള സൗഹൃദം ദൃഢമായിരിക്കണം, ദീർഘകാലികമാകണം. നിർമ്മമോ ദൃഢസൗഹൃദ. അസത്വരോ അർത്ഥജിജ്ഞാസുഹു. അസത്വരോ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടമാനം ധൃതി പാടില്ല. പോയി പറഞ്ഞു തരൂ, മുഴുവനാക്കൂ, പെട്ടെന്നാവണം, മറ്റന്നാൾ എനിക്ക് മോക്ഷം കിട്ടണം, 4-ാം നാൾ ജീവൻ മുക്തനാവണം, 5-ാം നാൾ എനിക്ക് ഓടിപ്പോണം. ഈ വക ഏർപ്പാടൊന്നും പറ്റില്ല. 12 കൊല്ലെങ്കിലും വേണം നല്ല പോലെ സാധന ചെയ്ത് ഒരു ജീവൻ മുക്തി പദം കിട്ടണമെന്നുണ്ടെങ്കിൽ. സാധന എന്ന് പറയുന്നത് എന്താ? അതിസൂക്ഷ്മമായിരിക്കുന്ന മനസ്ഥലം, അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന ബുദ്ധിതലം, അതിൽ നുഴഞ്ഞു കയറി പ്രവേശിച്ച് അതിലുള്ള കറകളും കുറകളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സാധന. അപ്പം അതിൽ പെട്ടെന്ന് ഒരു ഒറയുടെ ഉള്ളിൽ ഇറങ്ങണമാതിരി ഇറങ്ങാനൊന്നും പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എത്ര തവണ ഇറങ്ങിയിട്ടുണ്ട്? അരമണിക്കൂർ മിണ്ടാതെ ഇരുന്ന് ഉൾനിരീക്ഷണം നടത്തൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറയ്ക്കോ? ഞാൻ ചോദിക്കട്ടെ. ഞങ്ങളുടെ കുട്ടികളുണ്ട് കൾച്ചറൽ ഹെറിറ്റേജ് ക്ലാസ്, നമ്മുടെ സംസ്കാര പൈതൃക ക്ലാസ്സിലുള്ളവർ. അതിൽ വിചാരസരണി എന്ന് പറയുന്ന മാസികയിലും വിചാരസേതു എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാസികയിലും കുട്ടികളുടെ ഓരോ ലേഖനം 4 6 ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കേണ്ടതാ. ആ കുട്ടികൾ പറയുകയാണ്, ഉൾനിരീക്ഷണം എന്ന് പറയുന്നത് ക്ലാസ്സിൽ ടീച്ചർമാർ പഠിപ്പിച്ചു ഞങ്ങളെ. ആ ടീച്ചർമാർ പഠിപ്പിച്ച് ഞാൻ ഉൾനിരീക്ഷണം തുടങ്ങിയതോടുകൂടി എൻ്റെ ജീവിതം മാറി എന്നാണ് പറയുന്നത്. കണ്ണടച്ച ഒരു സ്ഥലത്തിരുന്ന് നമ്മുടെ മനസ്സെന്താണ് എന്നൊന്ന് പരിശോധിക്കുക. അവിടെ വരുന്ന വിചാരങ്ങൾ നല്ലതോ ചീത്തയോ, എവിടുന്നാണ് വരണത്, എത്രയുണ്ട്, അത് എത്ര തരമുണ്ട്, അത് ഉത്കർഷകരമോ അതോ അധക്കരമോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് അവനവനെ വിലയിരുത്തുക. ഇതാണ് ഉൾനിരീക്ഷണം. അത് ചെയ്യാൻ വേണ്ടി കണ്ണടച്ചിരുന്നാൽ നിങ്ങൾ സമ്മതിക്കോ? അപ്പോഴേക്കൊരു മാലയെടുക്കും, പുറുപുറു എന്ന് പറയും.
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും. അവനവൻ്റെ മനസ്സിനെ ഒന്ന് അളന്നു നോക്കുവപ്പാ, ഒന്ന് കാണൂ. മുഖം നോക്കാൻ വേണ്ടി കണ്ണാടിയുടെ മുമ്പിൽ അരമണിക്കൂർ വരെ ചെലവ് ചെയ്യണില്ലേ? അതുകൊണ്ട് മനക്കണ്ണാടി അവിടെ നോക്കി തൻ്റെ ഉള്ളൊന്ന് പരിശോധിച്ച് നോക്കൂ. ദൃഢസൗഹൃദ, നല്ല ദൃഢമായിരിക്കുന്ന സൗഹൃദം ഗുരുവിൻ്റെ അടുത്ത് വേണം. ഒരു ഗുരുവിനെ വരിക്കുക എന്ന് പറഞ്ഞാൽ കല്യാണത്തിൽ ഭർത്താവും ഭാര്യമാരും എങ്ങനെയോ, ഉണ്ടായ കുട്ടികൾക്ക് നാം മാതാപിതാക്കൾ എങ്ങനെയോ, അതേമാതിരിയാണ് ഒരു ശിഷ്യന് ഗുരുവിനെ പറ്റി തോന്നേണ്ടത്. അത് ഒരു സമയം വരിച്ചാൽ അത് മാനസപുത്രനോ മാനസപുത്രിയോ ആയി ജീവിതം മുഴുവനും. അങ്ങനെയാണ് ദൃഢസൗഹൃദം. അസത്വരോ അർത്ഥജിജ്ഞാസുഹു, ധൃതി പാടില്ല, ധൃതിപ്പെടരുത്. പ്രത്യേകിച്ചും തൻ്റെ സാധനയെ സംബന്ധിച്ച്. സാധനയുടെ ലക്ഷ്യം ഇന്ന് തന്നെ നിറവേറണം, ഇത്ര കാലം കൊണ്ട് വരണം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. തത് സ്വയം യോഗസംസിദ്ധ കാലേന ആത്മനി വിന്ദതി എന്നാ കൃഷ്ണൻ പറയണത്. തത് സ്വയം യോഗസംസിദ്ധ കാലേന ആത്മനി വിന്ദതി. ഈ യോഗസംസിദ്ധി എന്ന് പറയുന്നത് കാലക്രമത്തിൽ അവനവൻ്റെ ഉള്ളിൽ തന്നെത്താനെ സഞ്ജാതമാകും. ഇത് പുറമേയുള്ള ഒരു പ്രാപ്തിയല്ല, ഉള്ളിലുള്ള പ്രാപ്തിയാണ്. ആ ഉള്ളിൽ ഓൾറെഡി കത്തിജ്വലിക്കുന്ന ദീപമാണ്. ആ പ്രകാശം നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് മൂടുപടലങ്ങൾ ഉള്ളത് കൊണ്ട്. ആ പടലങ്ങൾ നീക്കേണ്ടത് നിങ്ങളാണ്. നീങ്ങി കിട്ടിയാലേ ഈ പ്രകാശം കാണുള്ളൂ. അതിന് എത്ര സമയം എടുക്കും എന്ന് പറയാൻ പറ്റില്ല. 6 മാസം കൊണ്ട് സാമർഥ്യമുണ്ടെങ്കിലാകാം, 6 വർഷമായാലും കഴിഞ്ഞില്ലെന്നും വരാം. 12 കൊല്ലം എടുക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ ധൃതി അവിടെ പാടില്ല. എപ്പോൾ കിട്ടി എന്നുള്ളതല്ല ചോദ്യം, എപ്പോഴെങ്കിലും കിട്ടട്ടെ എന്നുള്ളതായിരിക്കണം നമ്മുടെ മനോഭാവം. അർത്ഥജിജ്ഞാസുഹു, എന്താ ഇതിനർത്ഥം? അർത്ഥജിജ്ഞാസുഹു എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ ലക്ഷ്യം അതെന്താണ്? ഗുരു, ഈ ജീവൻ മുക്തി എന്ന് പറയുന്ന പദം എന്ത്? എപ്പോഴാണ് ഈ ജീവൻ മുക്തനാവുക? ആ ജീവൻ മുക്തൻ്റെ ലക്ഷണം എന്ത്? അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മുടെ ഉള്ളിൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിങ്ങനെ 3 എണ്ണം വേറെ വേറെ ഉണ്ടോ? അതോ ഈ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ആകുന്നത് ഒന്ന് തന്നെയാണോ? ലോകത്തിലെ എല്ലാം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മനസ്സും ബുദ്ധിയും അഹങ്കാരവും വേറെ വേറെ ആവുമോ? ഒന്നല്ലേ ആവുള്ളൂ. എല്ലാം ഒന്നാണെങ്കിൽ സ്ഥൂലം സൂക്ഷ്മം എന്ന് വേറെ ഉണ്ടോ? ഇല്ല. സ്ഥൂലം തന്നെ സൂക്ഷ്മം, സൂക്ഷ്മം തന്നെ സ്ഥൂലം. അതെങ്ങനെയാ? നമ്മുടെ മനസ്സിലാണല്ലോ സ്ഥൂലം പ്രതിബിംബിക്കുന്നത്. അതേ മനസ്സിലല്ലേ സൂക്ഷ്മം എന്നുള്ളതും പ്രതിബിംബിക്കുന്നത്. അപ്പോൾ രണ്ടും മനഃപ്രതിബിംബമായതുകൊണ്ട് മനസ്സല്ലാതെ ഒരു സൂക്ഷ്മതയോ ഒരു സ്ഥൂലത്വമോ ഉണ്ടോ? ഇല്ല. അപ്പോൾ സ്ഥൂല സൂക്ഷ്മങ്ങൾ ഒന്നല്ലേ? എന്താ മനസ്സിലായോ? സ്ഥൂലം എന്ന് പറയുന്നത് മനസ്സിലാണ് പ്രതിബിംബിക്കുന്നത്. ആ മനസ്സിൽ തന്നെയാണ് സൂക്ഷ്മം. ഇപ്പം ഞാൻ പറയണു എൻ്റെ മനസ്സുകൊണ്ട് വായു സൂക്ഷ്മമാണ്, അതിനേക്കാൾ സ്ഥൂലമാണ് വെള്ളം, വെള്ളത്തിനേക്കാൾ സ്ഥൂലമാണ് ഭൂമി. ഇത് മുഴുവനും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നിരൂപിക്കുന്നതാണ്. ഈ മനസ്സാണ് സ്ഥൂലമായ ഭൂമിയെയും അതിനേക്കാൾ സൂക്ഷ്മമായ ജലത്തെയും അതിനേക്കാൾ സൂക്ഷ്മമായ വായുവിനെയും സൂക്ഷ്മമായ ആകാശത്തെയും എല്ലാറ്റിനെയും നിരൂപിച്ച് അനുഭവിക്കുന്നത് എൻ്റെ മനസ്സാണ്. ആ മനസ്സിലാണ് ഈ സ്ഥൂല സൂക്ഷ്മഭാവങ്ങൾ. ഇതെല്ലാം മനസ്സിൻ്റെ ഭാവങ്ങളാണെങ്കിൽ മനസ്സല്ലാത്തൊരു സൂക്ഷ്മത അവിടെ ഉണ്ടോ? ഒരു സ്ഥൂലത്വം അവിടെ ഉണ്ടോ? എല്ലാം ഒന്നായില്ലേ? ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഈ സ്ഥൂല പ്രപഞ്ചത്തിനോടുള്ള ആസക്തി മുഴുവനും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോവും. അർത്ഥജിജ്ഞാസുഹു, ആ വാക്കിന് വലിയ അർത്ഥമാണ്. ജിജ്ഞാസുഹു, അറിയണം എന്ന ആശയമുള്ളവൻ, താല്പര്യമുള്ളവൻ, അർത്ഥം എല്ലാറ്റിൻ്റെയും ഉൾപ്പൊരുൾ എന്താണെന്ന് അറിയണം. സ്വർഗം എന്ന് പറഞ്ഞു. എവിടെയാ ഈ സ്വർഗം? മുകളിൽ നോക്കിയാൽ അപ്പടി ശൂന്യാകാശ, അതിൻ്റെ ഉള്ളിൽ ഒരു മണിമാളിക എങ്ങനെയാ ഉണ്ടാവുക? അപ്പം പിന്നെ എന്താണ് ഈ സ്വർഗം? ഈ സ്വർഗം എന്ന് പറയുന്നത് മനസ്സിന് അനുഭവിക്കുന്ന സന്തോഷമാണ്. സത്വഗുണം വൃദ്ധിപ്പെടുമ്പോഴാണ് സ്വർഗം. തമസ് കൂടിയാൽ നരകമായി. കൃഷ്ണൻ തന്നെ ഇത് പറയണു കുറെ കഴിഞ്ഞ്. ഇങ്ങനെ ഓരോന്നിൻ്റെയും അർത്ഥം ഗ്രഹിക്കാനുള്ള ഒരു താല്പര്യം വേണം. അധ്യാത്മജ്ഞാനനിത്യത്വം, തത്വജ്ഞാനാർത്ഥ ദർശനം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാ 13-ാം അധ്യായത്തിൽ. ജ്ഞാനം എന്ന് പറയുന്നത് 20 ഗുണങ്ങളാണ്, എക്സലൻസസ് ആണ്. ആ 20-ൽപ്പെട്ടത് അധ്യാത്മജ്ഞാനനിത്യത്വം. ഈ വാക്കൊന്ന് നിങ്ങൾ മനസ്സിലാക്കുമോ? അധ്യാത്മജ്ഞാനനിത്യത്വം. നിരന്തരമായി അധ്യാത്മജ്ഞാനത്തിൽ മനസ്സും ബുദ്ധിയും നിരന്തരമായി ലഗ്നമായിരിക്കണം. അധ്യാത്മം നമ്മൾ ന്യൂസ് പേപ്പറിൽ വായിക്കുന്നതടക്കം എല്ലാം തന്നെ അധ്യാത്മമല്ല, അത് ബാഹ്യാത്മമാണ്, പുറമേയുള്ള കാര്യങ്ങളാണ്. അധ്യാത്മം നമ്മുടെ ഉൾപ്പൊരുൾ എന്ത്, മനസ്സെന്ത്, ബുദ്ധി എന്ത്, അഹങ്കാരം എന്ത്, ചിന്ത എന്ത്,
ചിന്തകനാര്? ചിന്തിക്കുന്ന വസ്തു എന്ത്? ഇത് മൂന്നും വേറെയാണോ അതോ ഒന്നേ ഉള്ളൂ? സ്വപ്ന ലോകം എവിടുന്ന് ഉണ്ടാവുന്നു? ആരാ ഉണ്ടാക്കുന്നത്? മനസ്സിന് സ്വപ്നം സൃഷ്ടിക്കാനുള്ള ശക്തി ഉണ്ടോ? അതേ മനസ്സ് തന്നെയാണോ സ്ഥൂല പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നത്? സ്ഥൂല പ്രപഞ്ചത്തിനെ കാണുന്നത് ഞാനാണ്, സ്വപ്ന ലോകത്തെയും കാണുന്നത് ഞാനാ. അതേ ഞാനാണ് രണ്ടിനെയും വിട്ട് ഉറങ്ങണത്. ഉറങ്ങുമ്പോൾ ഞാൻ ഒറ്റ, എണീറ്റാൽ ഞാൻ ഇരട്ട, സ്വപ്നത്തിലും ഞാൻ സൂക്ഷ്മമായി ഇരട്ട. അപ്പം ഞാൻ ഒറ്റയും രണ്ടുമായി തീരണു. രണ്ടുമായി തീരുമ്പോൾ ഞാനല്ലാതെ ആവുന്നില്ലല്ലോ, ഇല്ലല്ലോ. സ്വപ്നം കാണുന്ന വസ്തുക്കൾ മുഴുവൻ ഞാൻ രചിച്ചു, സ്വപ്നാവസാനത്തിൽ എല്ലാറ്റിനെയും അലിയിച്ചു. അപ്പം എന്നിൽ നിന്ന് ഉദിച്ച് എന്നിൽ തന്നെ അസ്തമിക്കുന്ന സ്വപ്നം ഞാനല്ലാതെ ഒരു നിൽപ്പ് അതിനുണ്ടോ? ഇല്ല. അതുമാതിരി എന്നിൽ നിന്ന് ഉദിക്കുന്ന ജാഗ്രത് പ്രപഞ്ചം, എന്നിൽ തന്നെ അസ്തമിക്കുന്ന ജാഗ്രത് പ്രപഞ്ചം ഞാൻ വിട്ടൊരു നിൽപ്പതിനുണ്ടോ? ഇല്ല, ഇല്ല. അധ്യാത്മജ്ഞാന നിത്യത്വം, ഇതാണ് അധ്യാത്മജ്ഞാന നിത്യത്വം. തത്വജ്ഞാനാർത്ഥദർശനം, തത്വജ്ഞാനം. അതുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദർശിക്കാൻ. നമുക്ക് ജീവിതത്തിൽ ആവശ്യം പണമാണോ, പ്രതാപമാണോ, ഭൂസ്വത്താണോ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ, അതോ നമ്മുടെ ജീവിത ലക്ഷ്യം വേറെ എന്തെങ്കിലുമോ? ആ ലക്ഷ്യം പുറത്തോ അതോ അകത്തോ? അകത്താണെങ്കിൽ പുറത്തോടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എങ്ങനെയാണ് ഈ അകത്തുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കുക? ഇഹ ചേദവേദീത് അഥ സത്യമസ്തി ന ചേദിഹാവേദീൻ മഹതി വിനഷ്ടി. കേനോപനിഷത്ത് പറയുന്നതാണ്. എടോ മനുഷ്യ, ഇഹ ചേത് അവേദീത്, ഈ ജന്മത്തിൽ തന്നെ, ഈ ഭൂമിയിൽ തന്നെ, ഇവിടെ തന്നെ ഇതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയെങ്കിൽ ഇഹ ചേത് അവേദീത് അഥ സത്യമസ്തി, തൻ്റെ ജീവിതം അന്വർത്ഥമാകും, സാർത്ഥകമാകും. ന ചേദിഹാവേദീൻ, ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല, കഴിഞ്ഞില്ല എന്ന് വരികിലോ മഹതീ വിനഷ്ടി, അതിമഹത്തായിരിക്കുന്ന നാശമാണ് വരാൻ പോകുന്നത്. അപ്പം മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ നാശം, മനസ്സിലാക്കിയെങ്കിലോ മഹത്തായ ലാഭം. അപ്പം നമ്മുടെ മുൻപിൽ ചോയ്സ് ഇല്ല, മനസ്സിലാക്കുക തന്നെ വേണം. ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാ പ്രേത്യ അസ്മാൻ ലോകാത് അമൃതാ ഭവന്തി. ഇതിനെ എവിടെ മനസ്സിലാക്കണം? ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാ, അണുവായ അണുവിൽ, ബൃഹത്തായ ബൃഹത്തിൽ, എല്ലാറ്റിലും ഒരുപോലെ, സ്ഥൂല സൂക്ഷ്മങ്ങളിൽ, അണുബൃഹത്തുകളിൽ, ഇഹപരലോകങ്ങളിൽ, സ്വർഗ നരകങ്ങളിൽ, പുരുഷ സ്ത്രീകളിൽ, മനുഷ്യേതര ജന്തുക്കളിൽ, എല്ലാറ്റിലും ഒരുപോലെ കാണണം. അങ്ങനെ കണ്ടാലേ നമ്മുടെ ജീവിതം അന്വർത്ഥമാകൂ. ഇതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്. തത്വജ്ഞാനാർത്ഥദർശനം. അസത്വരോ അർത്ഥജിജ്ഞാസു അനസൂയു അമോഘവാഗ്. അനസൂയു ശിഷ്യന്മാർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു സഹശിഷ്യനോടുകൂടി അസൂയ തോന്നരുത്. എന്നാൽ ശിഷ്യന്മാർക്കൊക്കെ ഈ അസൂയൊക്കെ ഉണ്ടാവാറുണ്ട്, ഇല്ല എന്ന് വിചാരിക്കേണ്ട. അസൂയ ഉണ്ടാവും. അയാൾ കുറച്ച് കേമന, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കേമന, എന്തെങ്കിലും ഒന്ന്. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള അസൂയയും തോന്നരുത്. ആരെങ്കിലും ഒരു ഗുണം കണ്ടാൽ എന്താ? വാഞ്ചാ സജ്ജന സംഗമേ പരഗുണേ പ്രീതിർഗുരൗ നമ്രത. നല്ല മനുഷ്യരുടെ ലക്ഷണം പറയാണ് ഭർതൃഹരി. വാഞ്ചാ സജ്ജന സംഗമേ പരഗുണേ പ്രീതി ഗുരൗ നമ്രത. പരഗുണേ പ്രീതി, അന്യൻ്റെ ഗുണങ്ങളിൽ പ്രീതി, സന്തോഷം. സന്തോഷം. ഗുണങ്ങൾ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഗുണങ്ങൾ ഉണ്ടാവുക. ഇപ്പം നാം നേടിയെടുക്കാൻ പുറപ്പെടുകയാണെങ്കിൽ കഷ്ടപ്പെട്ടാലും ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. അതിൻ്റെ ഇടയിൽ കഷ്ടപ്പെടാതെ വേറൊരാളിൽ ഗുണം കാണുന്നു, അപ്പോൾ അത് കണ്ട് സന്തോഷിക്കുകയെങ്കിലും ചെയ്തുകൂടെപ്പാ. അതിന് പകരം അസൂയ. എന്ത് ഗ്രഹപ്പഴയാപ്പാ അത്? സ്വർഗത്തിലെ കട്ടറുമ്പ്. നമുക്ക് ഗുണമുണ്ടായാലും നമുക്ക് സന്തോഷം. ആ ആളിൽ ഗുണം കാണുമ്പോൾ അത് കണ്ട് സന്തോഷിച്ചൂടെ? സന്തോഷിക്കാൻ മനസ്സനുവദിക്കില്ല. എന്താ കാരണം? അസൂയ. ഇത് നാം ആരും സൃഷ്ടിച്ചതല്ല, പ്രകൃതിയുടെ കോലാഹലാണ്. നമ്മൾ അതിനൊക്കെ അടിമയാന്നുള്ളതാണ് സത്യം. അനസൂയുഹു അമോഘവാഗ്. വെറുതെ വർത്തമാനം പറയരുത്, വെറുതെ വർത്തമാനം പറയരുത്. ഈ ബഡായി പറഞ്ഞു കഴിഞ്ഞുകൂടരുത്. അമോഘവാഗ്. നമ്മൾ പറയുന്ന വാക്ക് അർത്ഥവത്താവണം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ചെയ്യോ? ചെയ്യും. ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് പറയുക, പറ്റില്ല എന്ന്. അപ്പോൾ വെറുതെ സംസാരിക്കുക, നേരം പോക്ക് പറയുക, തമാശ പറയുക, അങ്ങനെ കളിച്ചും ചിരിച്ചും സമയം കഴിച്ചു കൂട്ടുക, ഇതൊന്നും പാടില്ല എന്ന്. അമാന്യമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ അസത്വരോ അർത്ഥജിജ്ഞാസു
അനസൂയുഹു അമോഘവാക്. ഇതെന്തിനാ പറയുന്നത്? ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി സേവനം ചെയ്യുന്ന സമയത്ത് ആ ഗുരുവിനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊറ്റിയമായിരി ഇരുന്നു കൊണ്ട് കുറെ ദേഹശുശ്രൂഷ ചെയ്ത് കൂടുക എന്നല്ല. ആ ഗുരുവിൻ്റെ ആശ്രമമാണെങ്കിൽ ആശ്രമം, കുലമാണെങ്കിൽ കുലം, വാസസ്ഥലത്ത് ചെന്ന് അത് വൃത്തിയാക്കി വെടുപ്പാക്കി വയ്ക്കുക. അതിന് വേണ്ട സൗകര്യങ്ങൾ, വിറകാണെങ്കിൽ വിറക്, ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ്, പാത്രമാണെങ്കിൽ പാത്രം, അടിക്കുകയാണെങ്കിൽ അടിക്കുക, തുടയ്ക്കുകയാണെങ്കിൽ തുടയ്ക്കുക, കഴുകുകയാണെങ്കിൽ കഴുകുക, കുളിപ്പിക്കുകയാണെങ്കിൽ കുളിപ്പിക്കുക, വസ്ത്രം വെടുപ്പാക്കുകയാണെങ്കിൽ അതുമാതിരി എഴുതാൻ, പഠിക്കാൻ, പഠിപ്പിക്കാൻ, യാത്ര ചെയ്യാൻ, കൊണ്ടുപോകാൻ എന്തുണ്ടോ അത് മുഴുവനും. ഇന്നത്തെ കാലത്ത് പലത് മൈക്ക് സെറ്റ്. ഇപ്പം ഞങ്ങളുടെ വിജ്ഞാന ഭവനിൽ മൈക്ക് സെറ്റ് ഉണ്ട്. ഞാൻ അതിലൂടെയാണ് സംസാരിക്കുന്നത്. എപ്പോൾ അവിടെ കസേരയിൽ പോയി ഇരുന്നാലും ആരെങ്കിലും ഒരാളവിടെ മൈക്ക് സെറ്റ് തയ്യാറാക്കി കൊണ്ടുവരണം. അത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഞാൻ ചോദിക്കും, ഇതിൽ നോബൊക്കെ ഉണ്ടല്ലോ, ഒരേ മാതിരി അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ, എന്താ ശരിയാവാത്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ എവിടെയും കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കണം. നിങ്ങളൊക്കെ വിചാരിക്കും എന്താ ഈ അധ്യാത്മം എന്ന് പറഞ്ഞാൽ മടിയന്മാർക്കുള്ള ഒരു സമയം പോക്കാണത്. അതാ എല്ലാവരുടെയും വിചാരം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, സന്യാസി ആവാൻ ഒരു വിഷമവുമില്ല. എന്താ വേണ്ടേ? തല മൊട്ടയടിക്കുക, ഒരു രുദ്രാക്ഷമാല കഴുത്തിലിടുക, ഒരു 10-25 സംസ്കൃതം ശ്ലോകവും പഠിക്കുക. അപ്പോൾ ഉത്തമ സന്യാസിയായത്രേ ഒരാൾ പറയുക. ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന്. തല മൊട്ടയടിക്കുക, കാവ്യവസ്ത്രം കൊടുക്കുക, രുദ്രാക്ഷമാലയും ഒരു 25 ശ്ലോകവും. ഒരാളുടെ നിർവചനാപ്പത്. നിങ്ങൾ അങ്ങനെയാ വിചാരിക്കണേ? ഇപ്പം അവധൂതനെ കണ്ടിട്ട് നമുക്ക് എന്ത് തോന്നി? അദ്ദേഹത്തിന് രുദ്രാക്ഷമാലയില്ലല്ലോ. ഒരു പക്ഷേ ചാക്ക് ഉടുക്കണുണ്ടാവും. അങ്ങനെ വഴിയിലിങ്ങനെ നടക്കുക, എവിടെയെന്ന് വെച്ചാൽ അവിടെ കടന്നുകൊണ്ട്. അദ്ദേഹത്തെയാണ് യദുചക്രവർത്തി പോയി കണ്ട് അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറയുന്ന 24 ഗുരുക്കന്മാരുടെ വാക്യങ്ങളും ഉപദേശങ്ങളും ഒക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ സന്യാസിയാവുക എളുപ്പമെന്നാണ് നിങ്ങളുടെ വിചാരം? ആയിക്കോട്ടെ, എല്ലാവരും എങ്ങനെ ആയിക്കോളും, സന്തോഷമാണല്ലോ. ഇപ്പോൾ തല മൊട്ടയടിച്ച് കാവ്യവസ്ത്രം ഉടുത്ത് രുദ്രാക്ഷമാല ഇട്ടിട്ട് നാരായണാശ്രമ തപോവനത്തിൽ കുറേ സന്യാസിമാർ വരികയാണെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയാൻ പോകുന്നില്ല. അങ്ങനെയാണ്. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഗുരുസന്നിധാനത്തിൽ വന്ന് അവിടെ പെരുമാറേണ്ട രീതിയിൽ വളരെ വളരെ അദ്വിതീയന്മാരാവണം. അമാന്യമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ അസത്വരോ അർത്ഥജിജ്ഞാസുഹു അനസൂയുഹു അമോഘവാക്. അമോഘവാക് അതിന് വലിയ അർത്ഥാട്ടോ. നമ്മുടെ സംസാരം എങ്ങനത്തതാവണം? സത്യഗർഭമായിരിക്കണം. സത്യഗർഭമായിരിക്കണം, വിജ്ഞാപകമാവണം. ആ വാക്കിന് വേണ്ടി മനുഷ്യരെ കാത്തിരിക്കത്തക്ക വിധത്തിൽ സംസാരിക്കണം. വെറുതെ സംസാരിച്ചു പോകരുത്. പാഴായിട്ട് സംസാരം പാടില്ല. അപ്പോൾ നല്ല കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി, ശാസ്ത്രം വേണമെങ്കിൽ അഭ്യസിച്ച് വാക്കുകളും അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കി നമ്മൾ ഗ്രഹിക്കുന്നത് ശരിയാണോ എന്ന് നോക്കി നമ്മുടെ ജീവിത ലക്ഷ്യം വിട്ടുപോകാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച മാതിരി വ്യഗ്രചിത്തതയോടുകൂടി എല്ലാം ചെയ്യണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൃഷ്ണൻ ഇവിടെ പറയുന്നുണ്ട്. ഇതേ കൃഷ്ണൻ തന്നെയാണ് ഭഗവത്ഗീതയിൽ അർജുനനെ ഉപദേശിക്കുന്ന സമയത്തും പറഞ്ഞത്. അവിടെ എന്താ 13-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. 7 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങളിൽ 20 തത്വങ്ങളാണ് അവിടെ പറയുന്നത്. അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അനഹങ്കാര ഏവ ച, ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം, അസക്തിരനഭിഷ്വംഗഃ പുത്രദാരഗൃഹാദിഷു, നിത്യം ച സമചിത്തത്വം, ഇഷ്ടാനിഷ്ടോപപത്തിഷു, മയി ച അനന്യയോഗേന ഭക്തിരവ്യഭിചാരിണീ, വിവിക്തദേശസേവിത്വം, അരതിർ ജനസംസദി, അധ്യാത്മജ്ഞാനനിത്യത്വം, തത്വജ്ഞാനാർത്ഥദർശനം, ഏതത് ജ്ഞാനമിതി പ്രോക്തം, അജ്ഞാനം യതതോന്യഥാ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അതൊരു ഏക ബിന്ദു വിഷയമാണെന്ന് വിചാരിക്കരുത്. ഒരിക്കലും. ഇറ്റ് ഈസ് നോട്ട് എ കോൺസെൻട്രിക് നോളേജ്, സെർട്ടൻലി നോട്ട്. ഒരു 1 പോയിന്റ് നോളേജ് അല്ല അത്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആത്മാവിനെ കണ്ണടച്ച് ധ്യാനിച്ച് ഒരു ദിവസം രാത്രി ഒരു പ്രകാശരൂപത്തിൽ കണ്ടെത്തി, ഓ ഞാൻ ആത്മജ്ഞാനിയായി എന്ന് വിചാരിക്കരുത്. ആത്മജ്ഞാനം എന്ന് പറയുന്നത് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഒരു സ്ഫുടീകരണമാണ്. അതിൻ്റെ ഒരു സാമഞ്ജസ്യം, അതിന് വരുന്ന ഒരു വിശേഷപ്പെട്ട സ്ഫുരണമാണത്. ആദ്യമാദ്യം അത് മനസ്സിനെയും ബുദ്ധിയെയും പവിത്രമാക്കി സൂക്ഷ്മമാക്കി സൂക്ഷ്മവസ്തു ഗ്രഹണത്തിന് കുശലമാക്കി തീർക്കും. ആ സത്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ഈശ്വരനും ആത്മാവും എങ്ങനെ വ്യാപകമായിരിക്കുന്നുവോ
അതേമാതിരി നമ്മുടെ മനസ്സും ബുദ്ധിയും വ്യാപകമായി തീരും. നമ്മുടെ വ്യക്തിത്വം ചെറിയ മനസ്സോടുകൂടി ജീവിക്കുന്നത് വിട്ട് വലിയ മനസ്സോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതൊരു വ്യക്തിത്വ വികാസമാണ്, വികസനമാണ്. അവസാനം ഇതുവരെ ഈ കാണുന്ന ബാഹ്യലോകം മുഴുവനും ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് വാട്ട് ഈസ് ഇൻവേർഡ്ലി പ്രസന്റ് ഇൻ മീ. എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ആ ചേതനാത്മകതയുണ്ടല്ലോ, അതിൻ്റെ തന്നെ വ്യാപനമാണ്, വികസനമാണ്, വിസ്താരമാണ് ഈ ലോകം എന്ന് തോന്നുന്നത് വരെയാണ് ഈ വ്യക്തിത്വ വികാസം. അയമേവാഹമിത്യസ്മിൻ സങ്കോചേ വിലയം ഗതേ. ശ്രീരാമനോട് വസിഷ്ഠർ പറയുന്നതാ. അയമേവാഹമിത്യസ്മിൻ സങ്കോചേ വിലയം ഗതേ സമസ്ത ഭുവനവ്യാപി വിസ്താര ഉപജായതേ. എന്തൊരു ശ്ലോകാത്! അയമേവാഹമിത്യസ്മിൻ സങ്കോചേ. ഈ ശരീരം നോക്കി പറയാണ് ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് വാസ്തവത്തിൽ ഉണർവാണ്. ശരീരമോ ജഡമാണ്. ശരീരം ശവമാണ്, മറ്റത് ശിവമാണ്. അയമേവാഹമിത്യസ്മിൻ സങ്കോചേ വിലയം ഗതേ. ഈ പരിമിതമായിരിക്കുന്ന ഈ പിണ്ഡം, ഈ സ്ഥൂലം ശവം എന്ന് പറയുന്ന ഈ ശരീരമാണ് ഞാൻ എന്നുള്ള സങ്കോചം, മീൻസ് കൺസ്ട്രിക്ഷൻ, ഈ ഇടുക്കം. വിലയം ഗതേ, അത് നല്ല അറിവുദിച്ച് ആ അറിവ് എന്ന് പറയുന്ന മഹാസാഗരത്തിൽ ഇതങ്ങടെ അലിഞ്ഞു പോയാൽ എന്തുണ്ടാവും? സമസ്ത ഭുവനവ്യാപി വിസ്താര ഉപജായതേ. സമസ്ത ഭുവനവ്യാപി വിസ്താര ഉപജായതേ. ഈ ഭുവനം മുഴുവനും വ്യാപിക്കത്തക്ക വിധത്തിലുള്ളതായ ഒരു വിസ്തൃതി, ഒരു വിസ്താരം നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് ഉദിക്കും. I am no more circumscribed or constricted by the body. I have a universal magnitude, magnificence and splendor. ഈ ഒരു അറിവ് നമുക്ക് വരും. അപ്പം അത് വലിയൊരു വികസനമാണ്. ആ വികസനത്തിൽ എന്തൊക്കെ പെടും? ഒന്ന്, നമ്മുടെ അനുഭവം, നമ്മുടെ ഉള്ളു വികസിതമാവും. പിന്നെ നമ്മുടെ സ്വഭാവം, അതിന് മാറ്റം വരും. നമ്മുടെ പെരുമാറ്റം അത് കൂടുതൽ കൂടുതൽ സമ്പുഷ്ടവും പ്രീതികരവുമായി തീരും. അതിൻ്റെ വ്യാപ്തിയോ അതും കൂടും. On the one hand, it is realizational, experiential. On the other hand, it is a becoming of the inner personality. Still, on the other hand, it's a drastic change in the qualitative character that you have. Then further, the character becomes manifest in your behavior. And the behavior further extends to interaction. ഇങ്ങനെ എല്ലാ ലെവലിലും അതിന് വ്യത്യാസം വരും. അങ്ങനെയുള്ളൊരു വിശേഷപ്പെട്ടതാണ്. ആ വ്യത്യാസത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണ്. അതും തുടങ്ങുന്നത് അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം, അങ്ങനെയാ തുടങ്ങുന്നത്. ഇവിടെ അദ്ദേഹം എങ്ങനെ തുടങ്ങി? അമാന്യ മത്സരോ ദക്ഷോ. ഒരേ കൃഷ്ണനാണ് കേട്ടോ രണ്ട് സ്ഥലത്തും സംസാരിക്കുന്നത്. തൻ്റെ വാക്കുകളെ മാറ്റിയൊന്നും പറയണില്ല അദ്ദേഹം, ആധുനികർ പറയുന്നത് പോലെ. അദ്ദേഹത്തിൻ്റെ വാക്കിലൊരു മാറ്റവും ഇല്ല. അന്ന് അർജുനനോട് പടക്കളത്തിൽ വെച്ച് സംസാരിച്ചു, ഇന്ന് ഉദ്ധവനോടോ ദ്വാരകയിൽ വെച്ച് സംസാരിക്കുകയാണ്. അവിടെ ഒരു ബഹളവും ഇല്ല, ഒരു കുഴപ്പമില്ല. മണിക്കൂറുകളിനുള്ളിൽ കൃഷ്ണനും ബാക്കിയുള്ളവരും കൂടി പുറത്ത് കിടക്കാൻ പോവുക, പ്രഭാസ തീർത്ഥത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ കിട്ടിയ സമയത്തിലാ സംസാരം. പ്രായമായി കൃഷ്ണന് 125, സമാന പ്രായമായി ആർക്ക്? ഉദ്ധവന്. അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതിലും സത്യം ഒന്നാണ് പറയുന്നത്. കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞു? ഏതത് ജ്ഞാനമിതി പ്രോക്തം. ഈ 20 കാര്യം സംഗതികൾ പറഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ജ്ഞാനം. അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് ഒരു സമ്പന്നതയാണ്, വ്യക്തിത്വത്തിൻ്റെ ഒരു വികസനമാണത്. വ്യക്തിത്വത്തിന് സംഭവിക്കുന്ന ഒരു സ്ഫുടീകരണമാണ്. അത് പുതിയതായിട്ടുള്ള ഒരു വികാസ സ്ഫുരണമാണ്. ഒരു തേജസ് പ്രകടമാകുന്നു അവിടെ. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച്, തത്ഫലമായി എന്തുണ്ടാവണു? ബാഹ്യവസ്തുക്കളിൽ ഒരാശ്രയമില്ല, പുറമേ നിന്ന് ഒരു ഫലവും ഉറ്റുനോക്കുന്നില്ല മനസ്സ്. തനിക്ക് വേണ്ട തൃപ്തി മുഴുവനും ഉള്ളിലിങ്ങനെ കവിഞ്ഞ് പൊന്തി അങ്ങനെ വഴിഞ്ഞ് മകിഴ്ന്ന് കിടക്കുക. അങ്ങനെയുള്ള നിലയായി, അങ്ങനെയുള്ളൊരു വിശേഷമാണ്. അതിനിതാ ഈ ലക്ഷണങ്ങളൊക്കെ വേണം. മനസ്സിൻ്റെ പെരുമാറ്റം, ബുദ്ധിയുടെ വീക്ഷണം, അഹങ്കാരത്തിൻ്റെ പ്രകടനം, ഇതിനെ മുഴുവനും ബാധിപ്പിച്ചുകൊണ്ട് എല്ലാറ്റിനെയും ക്രോഡീകരിച്ച് സ്ഫുടീകരിച്ച് സംയുക്തമാക്കി തീർത്ത് ഒന്നാന്തരം മാറ്റ് തികഞ്ഞ ഒരു ഉൾവ്യക്തിത്വമായി തീരുന്നു. ഇതാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ. So it is never a concentric experience or attainment. On the other hand, it is a permeational, a very pervading and permeational, extensive becoming and transformation.
അതാണ് വാസ്തവത്തിൽ ഈ ജ്ഞാനം. അപ്പം ഇതെല്ലാം കൂടിയതാണ് ജ്ഞാനം. ബാക്കിയുള്ളതൊക്കെയോ അജ്ഞാനം എന്ന് പറഞ്ഞ് തള്ളി കൃഷ്ണൻ. ഏതത് ജ്ഞാനമിതി പ്രോക്തം. ഈ 20 കൂട്ടം സംഗതികൾ കൂടി ചേരുന്നതാണ് ജ്ഞാനം. അജ്ഞാനം യതതോന്യഥ. ഇതല്ലാതെയുള്ളതൊക്കെ അജ്ഞാനം. അജ്ഞാനം അതേ സംഗതി തന്നെയാണ് ഇവിടെയും പറയുന്നത്. അമാന്യമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ അസത്വരോ അർത്ഥജിജ്ഞാസുഹു അനസൂയുഹു അമോഘവാൻ. ഒരു കാര്യം നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്നറിയാമോ? ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് മുഴുവനും ഭഗവാന്റെ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. ഭഗവാനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, വർണ്ണശബളമായി വിവരിക്കുന്നു. ഭഗവത് ഭക്തന്മാരെക്കുറിച്ച് നല്ല വിവരണം, വർണ്ണന പലതുമുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ശ്രീമദ് ഭാഗവതം ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംവാദമാണ് ആദ്യമേ മുതൽക്ക് തന്നെ. പരീക്ഷിത്തിനോട് ശുകമഹർഷി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. സൂതൻ ബാക്കിയുള്ളവരെ പറഞ്ഞു ധരിപ്പിക്കുന്നു. എവിടെ പുരാണമോ ഇതിഹാസമോ ഉണ്ടോ, ആ പുരാണവും ഇതിഹാസവും ഒക്കെ ഒരു ഗുരുമുഖത്തിൽ നിന്നാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന് വലിയ പ്രാധാന്യമാണ്. ഇവിടെ നാം നടത്തുന്നത് ഇപ്പം എന്താ? ശ്രീകൃഷ്ണൻ, കൃഷ്ണ പരമാത്മാവ് ഉത്തമ ഭക്തനായിരിക്കുന്ന ഉദ്ധവനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഉദ്ധവൻ എന്താ ആവശ്യപ്പെട്ടത്? ഇക്കണ്ട കാലം ശ്രീകൃഷ്ണൻ്റെ കൂടെ കഴിഞ്ഞു, വളരെ അടുപ്പത്തോടു കൂടി കഴിഞ്ഞു. ഉദ്ധവനുണ്ടായിരുന്ന അടുപ്പം നിങ്ങൾക്കൊരൊറ്റ ആൾക്കും പ്രതീക്ഷിക്കാനോ കിട്ടുമെന്ന് ഒരു സാധ്യതയോ അതില്ല. പക്ഷെ ഉദ്ധവനതുണ്ടായിരുന്നു. എന്നിട്ടും കൃഷ്ണൻ പറഞ്ഞത് പ്രകാരം ബദരികാശ്രമത്തിലേക്ക് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ അതിനുള്ള ശക്തി എനിക്ക് ഉണ്ടാക്കിത്തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി, അങ്ങേപ്പോലെ ഒരാളും ഉപദേശിക്കാനില്ല, ബ്രഹ്മാദയസ്തനുഭൃതോ ബഹിരർത്ഥഭാവാഹ എന്നാണ് പറഞ്ഞത്. ബ്രഹ്മാവ് മുതൽക്ക് എല്ലാവരും പുറം ദൃഷ്ടിയാണ് അവർക്ക്, പുറം വസ്തുക്കളിലാണ് അവരുടെ ശ്രദ്ധ. അതുകൊണ്ട് അങ്ങ് മാത്രമേ ഉപദേഷ്ടാവായിട്ടുള്ളൂ എന്ന്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഈ ഉദ്ധവഗീത എന്ന് പറയുന്ന ഈ ഏകാദശ സ്കന്ധമുണ്ടല്ലോ, മുക്തിസ്കന്ധം, അതുപോലും കൃഷ്ണൻ ഒരു ഗുരുവായി നിന്ന് ശിഷ്യൻ ഉദ്ധവനോട് പറയുന്നതാണ്. ഇതേ ഉദ്ധവൻ കൃഷ്ണൻ്റെ കൂടെ ദശാബ്ദങ്ങളായി കഴിഞ്ഞുകൂടുന്നു, വളരെ അടുത്ത് പെരുമാറുന്ന ആളാണ്. കൃഷ്ണൻ പല വിധത്തിലുള്ള വ്യവഹാരങ്ങളിൽ ഇടപെടും. ഉദ്ധവൻ അതിനു വേണ്ട സഹായങ്ങളും ഒത്താശകളും ഒക്കെ ചെയ്തു കൊടുക്കും അനുസരണ ബുദ്ധിയോടുകൂടി. ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു സംവാദം നടന്നിട്ടില്ല. ഈ സംവാദം നടക്കാനുള്ള കാരണം എന്താ? ഉദ്ധവൻ പറഞ്ഞു, അങ്ങ് ഒരു ഉത്തമ ഗുരുവായി ശിഷ്യൻ ഉപദേശിക്കുന്നത് മാതിരി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന്. അപ്പോഴേ എൻ്റെ മനസ്സിലുള്ള അല്ലലും അലട്ടും കെട്ടുപൂട്ടലുകളും നൂലാമാലുകളും ഒക്കെ പോയി അങ്ങ് പറയുന്നത് പോലെ ബദരികാശ്രമത്തിലേക്ക് പോകാൻ എനിക്ക് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ ഒരു ഗുരുവായി ശിഷ്യനെ ഉപദേശിക്കണം എന്നൊരു തോന്നൽ കൃഷ്ണൻ്റെ മനസ്സിൽ വന്നു. ആ വന്നപ്പോഴാണ് ഒരു ഗുരു ഡയമെൻഷൻ എന്ന് പറയും. ആ ഗുരുവിൻ്റെ ഒരു മാനം. ഗുരു എന്ന് പറഞ്ഞാൽ ആരാ? ശിഷ്യന് സത്യം പറഞ്ഞ് മനസ്സിലാക്കി അത് സാക്ഷാത്കരിപ്പിക്കുന്നത് വരെ വേണ്ട ഒത്താശ ചെയ്യുന്ന ആൾ. അത് കഴിഞ്ഞാലും ഉണ്ട്, ഒത്താശ നിന്നു എന്നല്ല. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ ഗുരുവിന് വലിയൊരു സ്ഥാനമാണ്. ഗുരുവിനുള്ള സ്ഥാനം എന്താ? ദൈവത്തിനുള്ള സ്ഥാനമാണ് ഗുരുവിന്. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും, നിങ്ങളെല്ലാവരും മനസ്സിലാക്കും വേണം. യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കഥിതാഹ്യർത്ഥാഃ പ്രകാശം തേ മഹാത്മനഃ. ശ്വേതാശ്വതരോപനിഷത്ത്, നമ്മളുടെ ഉപനിഷത്തുക്കളാണല്ലോ എല്ലാറ്റിനും മുൻപുള്ളതും പ്രമാണവുമായിട്ടുള്ളത്. ആ ഉപനിഷത്തിൽ തന്ന് പറയാണ്, സാധാരണ ജനങ്ങൾക്ക്, ഭക്തന്മാർക്ക് ഈശ്വരനോട് എന്ത് ആഭിമുഖ്യമോ എന്താണോ തോന്നുക, ആദരവാണെങ്കിൽ ആദരവ്, ഭയമാണെങ്കിൽ ഭയം, അനുസരണശീലമാണെങ്കിൽ അനുസരണശീലം, ദൈവത്തിനോട് എത്ര കണ്ട് നമ്മുടെ മനസ്സിൽ ഭക്തി തോന്നുമോ, വിനയം തോന്നുമോ, അനുസരണശീലം തോന്നുമോ, അതേമാതിരിയുള്ള മനോഭാവമാണ് ഗുരുവിനോട് വേണ്ടത്. ദൈവത്തിന് നമുക്ക് നേരിൽ കാണാൻ സാധിച്ചു എന്ന് വരില്ല, കണ്ടാലും അത് ദൈവം ആവൂല. നേരെ മറിച്ച് ഗുരു നമ്മെപ്പോലെ ഒരു മനുഷ്യനാണ്. അമ്മയുടെ വയറ്റിൽ നിന്ന് മനുഷ്യ ശരീരത്തോടു കൂടി ജനിച്ച് അമ്മിഞ്ഞ കുടിച്ചു വളർന്ന് അങ്ങനെ ശിക്ഷണത്തോടു കൂടി വളർന്നിട്ടുള്ള ഒരാളാണ് പിന്നീട് ഗുരുവാകുന്നത്. അപ്പോൾ ആ ഗുരുവിനോട് നമുക്ക് എല്ലാ വിധത്തിലും ഒരു താതാത്മ്യം, കമ്പയറബിലിറ്റി നമുക്കുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പെരുമാറി എന്തെല്ലാം ചോദിക്കാനുണ്ടോ ഒക്കെ ചോദിക്കാം, ചോദിച്ചതിനൊക്കെ മറുപടി പറയും. അതാണ് ഈ ഗുരുവിനുള്ള വിശേഷം. ഒരു ദൈവം പോലും നമുക്ക് നിർവഹിച്ചു തരാത്ത ദൗത്യമാണ് ഗുരു നിർവഹിച്ചു തരുന്നത്. ആ ഗുരു പറയുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിൽ പതിയുള്ളൂ. പതിയാവുന്ന തരത്തിൽ ആവർത്തിച്ചും
പല വിധത്തിലുള്ള വീക്ഷണകോണുകളിലൂടെയും ഉറപ്പിച്ചും തറപ്പിച്ചും സൗമ്യമായും അപ്പീൽ ചെയ്യാവുന്ന തരത്തിലും പല വിധത്തിലുമാണ് ഒരു ഗുരു നമ്മെ ഉപദേശിക്കുക. അപ്പം ആ ഗുരുവിനോട് നമുക്ക് ദൈവത്തിനോട് തോന്നുന്ന ആ സമീപനമായിരിക്കണം എന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞത് എന്താ? മദഭിജ്ഞം ഗുരും ശാന്തം ഉപാസീത മദാത്മകം. എന്നെ നല്ലപോലെ അറിയുന്ന ഗുരു, ഈശ്വരനെ നല്ലപോലെ അറിഞ്ഞ് സാക്ഷാത്കരിച്ച് ആ സാക്ഷാത്കാരത്തിൽ തന്നെ നിത്യജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, പരമശാന്തൻ, മദാത്മകം ഉപാസീത. ആ ഗുരുവിനെ ഞാൻ തന്നെയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഉപാസിക്കണമെന്ന്. അതാണ് ഇവിടെ പറയുന്നത്. യസ്യ ദേവേ പരാഭക്തി യഥാദേവേ തഥാ ഗുരൗ. ഈശ്വരനോട് നമുക്ക് ഉണ്ടാവേണ്ടത് പരാഭക്തി, പരമമായിരിക്കുന്ന ഭക്തിയാണ്. അതേപോലെയുള്ള പരാഭക്തിയാണ് ഗുരുവിൻ്റെ അടുത്തും വേണ്ടത്. അതാണ് ഈ ഗുരുക്കൾ ഉപദേശിക്കുന്ന സമയത്ത് അവർ ദൈവമായി തീർന്ന് ഉപദേശിക്കുന്ന പല രംഗങ്ങളും ഭാവങ്ങളുമുണ്ട്. അതിലൊരപ്രകൃതവുമില്ല, സാധാരണ തോന്നുന്നതും പറയുന്നതുമാണത്. തസ്യൈതേ കഥിതാഹ്യർത്ഥാ പ്രകാശന്തേ മഹാത്മനഃ. ആരുടെ മനസ്സിലാണോ ഗുരുവിനോട് ദൈവത്തിനോട് തോന്നുന്ന അതേ സമീപനം ഉദിക്കുന്നത്, അത് പുലർത്തിപ്പോരുന്നത്, ആ ആൾക്ക് മാത്രമേ കേട്ടത് മുഴുവനും വേണ്ടതുപോലെ മനസ്സിലായി ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും നിറവേറുള്ളൂ. ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു പ്രത്യയം കേട്ടാൽ അത് നമ്മുടെ മനസ്സിൽ ഉദിക്കണം. ഇന്നതാണ് അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ വിവക്ഷ, അത് ഉൾക്കൊള്ളുന്നത് എന്ന്. അങ്ങനെ മനസ്സിൽ ഉദിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭക്തി വേണത്രേ. അപ്പോൾ ഗുരുവിന് വളരെ അധികം ഊന്നൽ കൊടുക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവനും. അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് അഭ്യസിക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആര്? കൃഷ്ണൻ. എന്തൊക്കെയാ? അമാന്യമത്സരോ ദക്ഷോ നിർമ്മമോ ദൃഢസൗഹൃദ അസത്വരോ അർത്ഥജിജ്ഞാസുഹു അനസൂയുഹു അമോഘവാക്. ഈ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ എന്തൊക്കെ പറഞ്ഞു? ഒരിക്കലും നമ്മുടെ മാനമോ അപമാനമോ അഭിമാനമോ ഗുരുവിൻ്റെ അടുത്ത് കനത്ത സംസർഗത്തോടു കൂടി ജീവിക്കാൻ തടസ്സമായി തീരരുത്. മത്സരബുദ്ധി ആരോടും ഉണ്ടാവരുത്. മിടുമിടുക്കനാവണം. മമത ഉണ്ടാവരുത്. ഗുരുവുമായിട്ടുള്ള ആ സംസർഗമുണ്ടല്ലോ, അത് നല്ല ദൃഢമായിരിക്കുന്ന ഒരു സൗഹൃദമാവണം. തിരക്ക് പിടിച്ച് ബഹളം കൂട്ടുക എന്നുള്ള സ്വഭാവം പാടില്ല. എന്ത് കേട്ടാലും എന്താണത്, എന്താ അതിൻ്റെ അർത്ഥം, ആലോചിച്ചും പരിഗണിച്ചും ചർച്ച ചെയ്തും മനസ്സിലാക്കണം എന്നൊരു തോന്നൽ വേണം. ജിജ്ഞാസ നല്ലപോലെ വേണം. അനസൂയുഹു അമോഘവാൻ. വെറുതെ സംസാരിക്കരുത്. വ്യർത്ഥ സംഭാഷണം നല്ലതല്ല. ആരോടും, തൻ്റെ കൂടെയുള്ള സഹശിഷ്യന്മാരുണ്ടാവുമല്ലോ, ആരോടും നമുക്ക് ഒരു വിധത്തിലുള്ള അസൂയ തോന്നരുത് എന്ന്. ഇത് വാസ്തവത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഭഗവത്ഗീതയിൽ അർജുനന് പടക്കളത്തിൽ വെച്ചിട്ടാണ് ഉപദേശിച്ചത്. ആ ഉപദേശാവസരത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 20 നന്മകളെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ലിസ്റ്റ് ചെയ്യുന്നതിൽ സമാനമായിട്ടുള്ള ലക്ഷണങ്ങളും നന്മകളും അതിൽ കാണാം. അവിടെ തുടങ്ങിയിട്ടുള്ളത് അമാനിത്വം അദംഭിത്വം അഹിംസാക്ഷാന്തിരാർജവം എന്നാണ്. അത് ചെന്ന് നിൽക്കുന്നതോ അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം എന്ന് പറഞ്ഞിട്ടാണ്. അധ്യാത്മമായിരിക്കുന്ന ജ്ഞാനം, അതിൽ നിരന്തരമായിരിക്കുന്ന അഭിനിവേശം, അതിനെക്കുറിച്ച് ആലോചിക്കുക, വായിക്കുക, പറയുക, മനനം ചെയ്യുക, വീണ്ടും ചിന്തിക്കുക, അങ്ങനെ നിത്യനിരന്തരമായിട്ടുള്ള ഒരു അഭിനിവേശം അധ്യാത്മജ്ഞാനത്തിൽ വേണം. നമ്മുടെ കാര്യങ്ങളൊക്കെ തത്വജ്ഞാനം സൂചിപ്പിക്കുന്നതായ ജീവിതത്തിലെ പരമാർത്ഥമുണ്ട്, അന്തിമ ലക്ഷ്യം. ആ പുരുഷാർത്ഥത്തെ ഉദ്ദേശിച്ചിട്ട് വേണം എല്ലാം ജീവിക്കാൻ. ഇപ്പം നിങ്ങളൊക്കെ ഒരു കുടുംബം പുലർത്തി കുടുംബാംഗങ്ങളോട് കൂടി കഴിയുന്നവരാണ്. എന്നാൽ വാസ്തവത്തിൽ മനുഷ്യജീവിതം ഇതിന് മാത്രം വേണ്ടിയിട്ടാണോ? ഈ കുടുംബത്തിനെയൊക്കെ വിട്ടുപോണ്ടേ? അപ്പോൾ പോകുന്ന സമയത്ത് നാം ഏകാഗിയാണ്. സമയം അനന്തമാണ്. ആ അനന്തമായിരിക്കുന്ന കാലത്തിൽ 80-90 കൊല്ലക്കാലം ഒരു കുടുംബത്തിൽ നമ്മൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതാണോ നമ്മുടെ സ്ഥായിയായിട്ടുള്ള നില? അല്ല. അപ്പം സ്ഥായിയായിട്ടുള്ള നിലയിൽ ഈ കുടുംബവുമില്ല, കുടുംബാംഗവുമില്ല. അപ്പം അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണ്ടേ? എന്താണ് മനുഷ്യജീവിതത്തിൽ നമുക്ക് പ്രാപ്യം? ഒരു കുടുംബത്തോടു കൂടി 10-40 കൊല്ലം ജീവിക്കുന്നതാണോ, അതോ അത് വിട്ടു വല്ലതും ഉണ്ടോ? നിശ്രേയസം എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ടല്ലോ, അഭ്യുദയം മാത്രമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് വേണം ജീവിതത്തിൻ്റെ ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ നിർവഹിക്കാൻ. അങ്ങനെ അതവിടെ ഇരിക്കട്ടെ. അവിടെ 20 നന്മകളും 20 ലക്ഷണങ്ങളും പറഞ്ഞു. ഇപ്പോൾ ഭാഗവതം പറയുന്നത് എന്താ?